ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മൾ നാളെ നടക്കുന്ന മാത്തമാറ്റിക്സ് 2 അതായത് സെക്കൻഡ് സെമ്മിലെ മാത്സിൻ്റെ എക്സാമിനോടനുബന്ധിച്ച് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരു സെക്ഷനാണ് ഇപ്പോൾ രാവിലെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സെക്ഷന് രാവിലെ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന നിലയിൽ സെക്ഷൻ 2 ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ പേര് മുഹമ്മദ് ഫാസിൽ, ഞാനാണ് നിങ്ങൾക്ക് ഈ സെക്ഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം രേഷ്മ മിസ് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ക്ലാസ് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളാണ്. അതായത് വെക്റ്റർ ആൾജിബ്ര ആൻഡ് ബൈനോമിയൽ തിയറവും അതേപോലെ മാട്രിക്സ് എന്നും. ഇതിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ആ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിലിപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഷോ ബൈ എ വെക്റ്റർ മെത്തേഡ്. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ഷോ ബൈ എ വെക്റ്റർ മെത്തേഡ് വെക്റ്റർ ആൾജിബ്രയാണ് ആദ്യം ഡിസ്കസ് ചെയ്യണം കേട്ടോ. വെക്റ്റർ മെത്തേഡ് ദാറ്റ് ദ പോയിന്റ്സ് വിത്ത് പൊസിഷൻ വെക്റ്റേഴ്സ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വലിയൊരു സെൻറ്റൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഈ സെൻറ്റൻസിൽ വലിയ കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ പൊസിഷൻ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് 3 വെക്റ്റേഴ്സ് തന്നിരിക്കും. 2i - j + 3k. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ വെക്റ്റർ. പിന്നെ തന്നിരിക്കുന്നത് 3i - 5j + k ആൻഡ് തേർഡ് വൺ -i + 11j + 9k. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഇത് തെളിയിക്കേണ്ടത് ആർ കൊളീനിയർ കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൊളീനിയർ എന്ന് പറഞ്ഞ വേർഡാണ്. കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിലാണെന്ന് തെളിയിക്കാനാണ്. അപ്പോൾ നിങ്ങൾ സംഭവം എന്താ വെച്ചാൽ, ചിലപ്പോൾ നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ ഒരു പോയിന്റ് O എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ പൊസിഷൻ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നിനെയും നമ്മൾ OA, OB, OC എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യുക. ഓക്കെ, പൊസിഷൻ വെക്റ്റർ A, പൊസിഷൻ വെക്റ്റർ ഓഫ് B, പൊസിഷൻ വെക്റ്റർ ഓഫ് C കേട്ടോ. അപ്പോൾ ഇത് O, ഇവിടെ എന്ത് ചെയ്യുക, വെറുതെ ഒരു A മാർക്ക് ചെയ്യുക, ഇവിടെ B, ഇവിടെ ഒരു പോയിന്റിൽ C എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് OA, ഇത് OB, ഇത് OC. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് കാണേണ്ടത് കൊളീനിയർ പാരലൽ എന്ന് പറഞ്ഞാൽ രണ്ടിനും ശ്രദ്ധിക്കുക, ഒരേ കണ്ടീഷൻ. കൊളീനിയർ ആണ് തെളിയിക്കാൻ പറഞ്ഞാൽ പാരലൽ എന്ന് പറഞ്ഞാലും ഒരേ കണ്ടീഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു വെക്റ്റർ ഇപ്പോൾ OAയും OB, OC ഉണ്ട്. OA എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്ന വെക്റ്റർ നമുക്ക് OA എന്ന് പറഞ്ഞെടുക്കാം. 2i - j + 3k. ഓക്കെ, OB എന്ന് പറഞ്ഞാൽ 3i - 5j + k. ഓക്കെ, ഇതിന് മുകളിലൊക്കെ യൂണിറ്റ് വെക്റ്റർ എന്നുള്ള ഒരു ക്യാപ്പ് ഉണ്ടാവും കേട്ടോ. ക്യാപ്പ് നമ്മൾ പൊതുവെ എഴുതി പോകുമ്പോൾ ഇടാൻ മറന്നു പോകുന്നതാണ്, നിങ്ങളത് ശ്രദ്ധിക്കുക. -i + 11j + 9k ഇങ്ങനെ കൊടുത്തു. ഇത് ഓരോ പൊസിഷൻ വെക്റ്റേഴ്സാണ്. ഇങ്ങനെ വെക്റ്റേഴ്സ് എടുത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനൊക്കെ ആൻസർ കീയിൽ മാർക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് AB ആണ് കാണണ്ടെങ്കിൽ വെക്റ്റർ ABയും നമ്മൾ വെക്റ്റർ ACയും കണ്ടു നോക്കുക. വെക്റ്റർ ABയും വെക്റ്റർ ACയും കാണുക. വെക്റ്റർ AB എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ ഓഫ് B - പൊസിഷൻ വെക്റ്റർ ഓഫ് A ആണ്. ഓക്കെ, AB എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ കുറക്കുക. AC അറിയുമ്പോൾ എന്തായിരിക്കും, പൊസിഷൻ വെക്റ്റർ ഓഫ് C - പൊസിഷൻ വെക്റ്റർ ഓഫ് A. ഓക്കെ, അപ്പോൾ നമ്മൾ OBയും OAയും എന്താ വെച്ചാൽ അത് എടുത്ത് എഴുതുക. 3i - 5j + k മൈനസ് എന്ത് വരും, അടുത്തെന്ത് വരിക, OB എന്ന് പറഞ്ഞാൽ OB എഴുതി, നമുക്കിനി OA എഴുതാം. OA എന്ന് പറഞ്ഞാൽ 2i - j + 3k കേട്ടോ. 2i - j + 3k. ഇനി ഇത് ഒന്നിൽ നിന്ന് ഒരു വെക്റ്ററിൽ നിന്ന് ഒരു വെക്റ്റർ കുറക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഐൻ്റെ ടേമുകൾ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുക, ജയും തമ്മിൽ കെയും തമ്മിൽ കേട്ടോ. കെയുടെ കെയും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ 3iയിൽ നിന്ന് 2i ആണ് കുറക്കേണ്ടത്. അപ്പോൾ 3യിൽ നിന്ന് 2 കുറക്കും പോലെ കുറക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് കിട്ടും, 1i. ഓക്കെ, ഇനി -5jയിൽ നിന്ന് -j ആണ് കുറക്കേണ്ടത്. അതായത് -5j -j എന്നാണ് വരിക. അപ്പോൾ 2 മൈനസ് അടുത്ത് വരുന്നതുകൊണ്ട് എന്താവും, അത് പ്ലസ് ആവും. അത് ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ അവിടെ കിട്ടുക, -4j എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താണ്, k - 3k എന്ത് കിട്ടും, -2k എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് വെക്റ്റർ AB. ഓക്കെ, വെക്റ്റർ AB എന്ന് പറഞ്ഞാൽ ഇതാണ് വെക്റ്റർ AB. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വെക്റ്റർ AC കാണാം. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, വെക്റ്റർ AC കാണാം. ഓക്കെ, AC കാണുക പറയുമ്പോൾ എന്താണ്, പൊസിഷൻ വെക്റ്റർ ഓഫ് C - പൊസിഷൻ വെക്റ്റർ ഓഫ് A. ഓക്കെ, അതായത് OC - OA. ഒന്ന് കണ്ടു നോക്കാം. OC - OA എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുക. എന്താണ്, -i + 11j
പ്ലസ് 9k. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മുടെ എ കുറക്കണം. എന്താണ്? 2i മൈനസ് ജെ പ്ലസ് 3k. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടേമുകൾ തമ്മിൽ കുറക്കുക. മൈനസ് ഐയിൽ നിന്ന് 2i കുറക്കുക. ഓക്കെ, മൈനസ് ഐ മൈനസ് 2i എന്തരും? മൈനസ് 3i. ഓക്കെ, ഇവിടെ നോക്ക്, നീ 11jയിൽ നിന്ന് എന്താണ് കുറക്കേണ്ടത്? മൈനസ് ജെ ആണ് കുറക്കേണ്ടത്, പ്ലസ് ജെ അല്ല മൈനസ് ജെ. അപ്പോൾ ഈ മൈനസും ഇവിടെ വരുന്ന ഈ മൈനസും കൂടി വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പോൾ എന്ത് വരും? 12j എന്ന് വരും കേട്ടോ, 12j. ഇനി നോക്ക്, 9kയിൽ നിന്ന് എന്താ കുറക്കേണ്ടത്? 3k കുറക്കണം. അപ്പോൾ എന്ത് കിട്ടും? പ്ലസ് 6k എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, ഇനി എന്താ ചെയ്യുക? നമുക്ക് എ ബിയും എ സിയും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, എ ബി എ സിയും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എന്താണ് സംഭവിച്ചത്? എ ബി എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയത്? എ ബി ഈക്വൽ ടു വെക്റ്റർ എ ബി ഈക്വൽ ടു എന്താ കിട്ടിയത്? i 1i എന്ന് പറഞ്ഞാൽ i ആണ് കേട്ടോ, മൈനസ് 4j മൈനസ് 2k. ഓക്കെ, വെക്റ്റർ എ സി ഈക്വൽ ടു വെക്റ്റർ എ സി എന്താ കിട്ടിയത്? വെക്റ്റർ എ സി മൈനസ് 3i പ്ലസ് 12j പ്ലസ് 6k. ഓക്കെ, ഇവിടെ നോക്ക്, നമുക്കിപ്പോൾ സംഭവിച്ചത് ഇവിടെ എല്ലാം എന്താണ്? ഇവിടെ ഈ സംഭവം i എന്നുള്ളത് എന്തായി? മൈനസ് 3i ആയി. 4 എന്നുള്ളത് എന്തായി? പ്ലസ് 12 അതായത് മൈനസ് 2 എന്നുള്ളത് എന്തായി? പ്ലസ് 6 ആയി മാറി. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതിനെ ഒരു പ്രത്യേക നമ്പർ കൊണ്ട് അല്ലേ, അതായത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത് അല്ലേ. ഏത് 3 മൈനസ് 3 അത് മൈനസ് 3 പ്ലസ് 3 മൾട്ടിപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കേണ്ട എങ്ങനെയാണ്? ഇപ്പോൾ നേരെ എല്ലാത്തിൻ്റെ ചിഹ്നം മാറിയിട്ടുണ്ടോ നോക്ക്. ഓക്കെ, അതേ ചിഹ്നം തന്നെ സൈൻ തന്നെയാണ് കിടക്കുന്നതെങ്കിൽ എന്താണ്? അത് പ്ലസ് 3 തന്നെയാണ് ഗുണിച്ചിട്ട് നമുക്ക് പറയാം. അതിവിടെ എല്ലാത്തിൻ്റെ സൈന് മാറിയിട്ടുണ്ട് അല്ലേ. ഇവിടെ പ്ലസ് ഉള്ള ടേമുകളൊക്കെ ഇങ്ങോട്ട് മൈനസ് ആയിട്ടുണ്ട്, ഇവിടെ മൈനസ് ഉള്ളത് പ്ലസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗുണിച്ചിരിക്കുന്നത് ഏതാണ്? മൈനസ് 3 കൊണ്ടാണ്. അതായത് നമുക്ക് എന്ത് പറയാം? എ ബി എന്നുള്ളതിനെ വെക്റ്റർ എ ബിയെ 3 ഇൻറ്റു വെക്റ്റർ എ ബി ആണ് ഇത് വെക്റ്റർ എ സി എന്ന് പറഞ്ഞു. ഓക്കെ, വെക്റ്റർ എ ബിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മൈനസ് 3 കേട്ടോ, മൈനസ് 3 ഇൻറ്റു വെക്റ്റർ എ ബി ആണ് എ സി. അപ്പോൾ ഇതാണ് കൊളീനിയർ എന്നും അല്ലെങ്കിൽ പാരലൽ എന്നും തെളിയിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. എ ബിയും എ സിയും കാണുക, ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് അതിനെ നേരെ മൾട്ടിപ്പിൾ ചെയ്തതായിരിക്കും. ചിലപ്പോൾ മൈനസ് 1 മൈനസ് 2 പ്ലസ് 2 പ്ലസ് 3 അങ്ങനെ എന്തും ആവാം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും മറ്റേതുണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പറയാം എന്താ ചെയ്യുക? ഇങ്ങനെ കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് മറ്റെല്ലാ ടേമുകളും വരുന്നതെങ്കിൽ അതിനെ നമുക്ക് കൊളീനിയർ എന്ന് പറയാം. ഇനി പാരലൽ എന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ ഇതേപോലെ തന്നെ ചെയ്യുക. പാരലൽ ആണ് ചോദിച്ചെങ്കിൽ പാരലൽ എഴുതി വെക്കുക, ഇതേപോലെ എഴുതിയതിന് ശേഷം പാരലൽ ആണെന്ന് എഴുതി വെക്കുക. കൊളീനിയർ ആണെങ്കിൽ കൊളീനിയർ എന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഈ കൊളീനിയർ എന്ന് തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നത് നമ്മളൊരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ വേഗം ക്യാച്ചപ്പ് ചെയ്തിട്ട് പോവുക. പിന്നെ പറയാനുള്ളത് നമ്മൾ എല്ലാ സെക്ഷനും കവർ ചെയ്യണില്ല, മാട്രിക്സും വെക്ടറും പരമാവധി പറ്റാവുന്നത്ര നമ്മൾ കവർ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ്? പാരലലിനും ഇതേ കണ്ടീഷനാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 വെക്റ്റർ തമ്മിൽ പെർപെൻഡിക്കുലർ ആവണ കണ്ടീഷൻ. 2 വെക്റ്റർ പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കാനുണ്ടാവും. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 മാർക്കിലൊക്കെ സിമ്പിളായിട്ട് ചിലപ്പോൾ ഒരു ലാംഡ ഒക്കെ തന്നിട്ട് അത് കണ്ടുപിടിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ 2 വെക്റ്റർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ so that lambda I plus 2j plus 3k അതേപോലെ ആൻഡ് മൈനസ് I plus 3j minus 4k are perpendicular ട്ടോ, are perpendicular. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നെങ്കിൽ നമുക്ക് പെർപെൻഡിക്കുലർ എന്ന് തെളിയിക്കാനുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഒരു 2 വെക്റ്ററിൻ്റെ ഇക്വേഷൻ തന്നിട്ട് അത് പെർപെൻഡിക്കുലർ ആണെന്ന് ക്വസ്റ്റ്യൻ പറയും. അങ്ങനെ പറയുമ്പോൾ അതിലൊരു അറിയാത്തൊരു ടേം ഉണ്ട്. അപ്പോൾ ഇവിടെ ലാംഡ എന്നൊരു ടേമാണ് അറിയാത്തത്. ഇത് വളരെ സിമ്പിളാണ്. അതായത് 2 വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെക്റ്റർ എ എന്നുള്ളതുണ്ട്, വെക്റ്റർ ബി എന്ന് പറഞ്ഞൊരു വെക്റ്ററുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വെക്റ്റർ എയുടെ ബിയുടെ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ഉണ്ടല്ലോ, അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ വളരെ എളുപ്പമാണ്, ക്രോസിൻ്റെ അത്രയൊന്നും പണിയില്ല. ഡോട്ടാണ് കാണണമെങ്കിൽ അതിൻ്റെ ടേമുകൾ തമ്മിൽ ഗുണിക്കുക.
പ്ലസ് ജെയുടെ ടേമുകൾ തമ്മിൽ ഗുണിക്കുക പ്ലസ് കെയുടെ ടേമുകൾ തമ്മിൽ ഗുണിച്ചിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡോട്ട് പ്രൊഡക്റ്റ് കിട്ടും. ഇനി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കണ്ടത് ലാംഡ i + 2j + 3k. ഓക്കെ, ഇതാണ് നമ്മൾ വെക്റ്റർ എ ആക്കി എടുക്കുന്നത്. ഡോട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? -i + 3j - 4k. ഓക്കെ, ഇത് പെർപെൻഡിക്കുലർ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. ചിലപ്പോൾ പെർപെൻഡിക്കുലർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ഈക്വൽ ടു 0 കിട്ടണം. ഓക്കെ, അപ്പോൾ നോക്കുക നിങ്ങൾ ലാംഡ ഇൻറ്റു ഐൻ്റെ അതിൻ്റെ തമ്മിൽ ഗുണിക്കുക. ലാംഡ ഇൻറ്റു ഇവിടെ അതിൻ്റെ കോയിഫിഷ്യൻറ്റ് -1 ആണ് കേട്ടോ. -1 പ്ലസ് 2 ഇൻറ്റു ജേൻ്റെത് ഇവിടെ 3 ആണ്. 2 ഇൻറ്റു 3 ഇവിടെ കെൻ്റെ തമ്മിൽ ഗുണിക്കുക പ്ലസ് 3 ഇൻറ്റു -4. ഓക്കെ, ഈക്വൽ ടു 0. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈക്വൽ ടു 0 എടുക്കുന്നത് കേട്ടോ. അവിടെ എന്ത് കിട്ടും? -λ + 6 - 12 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ 6ൽ നിന്ന് 12 കുറക്കുമ്പോൾ ചെറുതെന്ന് വലുത് കുറക്കണേ മൈനസ് ഉണ്ടാവും. -λ - 6 ഈക്വൽ ടു 0. അപ്പം നമുക്ക് ലാംഡ കാണാൻ വേണ്ടി ഈ -λ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? λ ഈക്വൽ ടു -6 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലാംഡയുടെ വില കാണാൻ 5 മാർക്കിനൊക്കെ ചോദിക്കാം, 2 മാർക്കിനോ, ചില ചെറിയതാണെങ്കിൽ വളരെ സിമ്പിൾ ആണെങ്കിൽ 2 മാർക്കിനും ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? ഈ പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കാൻ 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് കാണുക. ഈക്വൽ ടു 0 കിട്ടിയാൽ പെർപെൻഡിക്കുലർ ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. A.B എന്ന് പറഞ്ഞാൽ AB cos θ ആണ് കേട്ടോ. അതിന് നമ്മൾ പ്രോബ്ലത്തിൽ വരുന്നുണ്ട്. ഓക്കെ, A.B എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആംഗിളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ ആണ് കേട്ടോ. നമുക്ക് ആംഗിൾ കാണാനൊരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇപ്പം നമ്മൾ ഉപയോഗിച്ച് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ പെയർസ് ഓഫ് വെക്ടേഴ്സ്. അപ്പോൾ 2 വെക്ടർ തരും, അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റും കാണാൻ ചോദിക്കും, ആംഗിളും കാണാൻ ചോദിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഒരുപാട് തവണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എന്തൊക്കെ കാണേണ്ടത്? ഫൈൻഡ് ഡോട്ട് പ്രൊഡക്റ്റ്. ഡോട്ട് പ്രൊഡക്റ്റ് കാണണം. പിന്നെ എന്താണ് കാണേണ്ടത്? ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് ആംഗിൾ. എന്തൊക്കെയാണ് കാണേണ്ടത്? ഡോട്ട് പ്രൊഡക്റ്റും ആംഗിളും ആണ് കാണേണ്ടത്. 2 വെക്ടർ തന്നിട്ട് ഡോട്ട് പ്രൊഡക്റ്റും ആംഗിളും ആണ് കാണേണ്ടത്. വെക്ടർ തന്ന ക്വസ്റ്റ്യൻ ചെറുതാക്കി എഴുതിയതാണ് കേട്ടോ. 7i - j + 11k. ഇത് ഒന്നാമത്തെ വെക്ടർ. അടുത്ത വെക്ടർ തന്നിരിക്കണം i + j + k കേട്ടോ. ഇങ്ങനെ ഓരോ വെക്ടർ തന്നിട്ടുണ്ട്. ഓക്കെ, യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ, അപ്പോൾ നോക്ക് ഇനി. അപ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറയുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തതിൻ്റെ ഓർത്ത് വെക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ അതിൽ ആൻസറിൽ ഐയും ജെയും കെ ഉണ്ടാവില്ല. അത് ഓർത്ത് വെക്കുക. ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ i j k ഉണ്ടാവില്ല. അത് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് വരിക? A.B ഈക്വൽ ടു, ഇവിടെ നമ്മൾ എ എന്നുള്ളത് ഇതെടുക്കുന്നത്, ഇത് എ എന്ന് എടുത്തു, ഇതിപ്പോൾ ബി എന്ന് എടുത്തു. വെക്റ്റർ ബി ഈക്വൽ ടു ഇതും എടുത്തു. ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടേമുകൾ തമ്മിൽ ഗുണിക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം: 7i - j + 11k ഡോട്ട് i + j + k. ഓക്കെ, ഐൻ്റെ ടേമുകൾ തമ്മിൽ ഗുണിക്കുക പ്ലസ് ജെയുടെ ടേമുകൾ തമ്മിൽ ഗുണിക്കുക പ്ലസ് കെയുടെ ടേമുകൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ ഐയുടെ ടേമുകൾ പറഞ്ഞാൽ ഇവിടെ 7ഉം അവിടെ ഒന്നും തന്നിട്ടില്ല, അതിനർത്ഥം 1 എന്നാണ്. അപ്പോൾ 7 × 1. ഓക്കെ, പ്ലസ് എന്താണ് ഇവിടെ എന്താണ്? -1 ഇൻറ്റു ഇവിടെ എന്താണ്? +1. ഇനി അടുത്തത് പ്ലസ് 11 × 1. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 7. ഇവിടെ നോക്കും മൈനസും പ്ലസും ആണ്, ഓപ്പോസിറ്റ് സൈനുകൾ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. +-1 കേട്ടോ. ഇതൊക്കെ എങ്ങനെ ഇടുന്നത് ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഒറ്റയടിക്കനെ നേരിട്ട് ആൻസർ എഴുതാം. അറിയുന്നവരങ്ങനെ എഴുതി വെക്കുക. +11. ഓക്കെ, അപ്പോൾ എന്ത് വരും? 7. ഇവിടെ നോക്കുക പ്ലസും മൈനസും അടുത്ത് വന്നാൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതേപോലെ 2 നെഗറ്റീവുകൾ അടുത്ത് വന്നത് പ്ലസും ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. അപ്പോൾ 7 - 1 + 11 കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു ഇവിടെ 17 കിട്ടും. ഓക്കെ, 17 ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇത് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടു. ഇനി നമ്മളോട് എന്താ ചോദ്യം? ഡോട്ട് പ്രൊഡക്റ്റ് മാത്രമല്ല ആംഗിളും കാണാനുണ്ട്. അപ്പോൾ ആംഗിൾ കാണണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ A.B ഇപ്പോൾ നമുക്ക് 17 എന്ന് കിട്ടി.
അല്ലേ? ഇനി അതിൽ ഈ മോഡുലസ് ഓഫ് എ എന്നുണ്ട്. മോഡുലസ് ഓഫ് എ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നാണ്. അപ്പോൾ അത് 2 മാർക്കിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കാറുണ്ട്. ഒരു വെക്റ്റർ എടുത്ത് തരും, 2i + 3j + 5k അങ്ങനെ എന്തെങ്കിലും ഒന്ന് തരും. എന്നിട്ട് നമ്മളോട് അറിയും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കാണുക. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ലെങ്ത്ത്, മോഡുലസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അതെങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ അതിൽ ഐൻ്റെയും ജെൻ്റെയും കെ ഏതാണ് ചോദിച്ചത് അതിൻ്റെ ഐ ജെ കെ ആ ടേമുകളുടെ കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയറുകൾ എടുത്തിട്ട് റൂട്ടിൻ്റെ ഉള്ളിൽ കൂട്ടുക. അതായത് ഇങ്ങനെയാണ്. അപ്പോൾ വെക്റ്റർ എൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കാണണമെങ്കിൽ √, ഇവിടെ 7 ഉണ്ട്, 7ൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ -1 ഉണ്ട് അതിൻ്റെ സ്ക്വയർ പ്ലസ് അടുത്ത എന്തരും 11 ഉണ്ട് അതിൻ്റെ സ്ക്വയർ കേട്ടോ, 11 സ്ക്വയർ. അപ്പോൾ എന്ത് വരും? ഈക്വൽ ടു √49 പ്ലസ്, ഇനി നോക്ക് നെഗറ്റീവ് ഉള്ളൊരു സംഖ്യയുടെ സ്ക്വയറാണ് എടുക്കണമെങ്കിലും അത് പ്ലസ് തന്നെ ആയിരിക്കും, പ്ലസ് 121 കേട്ടോ. അവിടെ എത്ര കിട്ടും? ഇവിടെ എന്ത് കിട്ടും? 50ഉം ഇതെന്ത് കിട്ടും? 171 എന്ന് കിട്ടും. ഓക്കെ, √171. ഓക്കെ, ഇത് എ എന്നുള്ള വെക്റ്റർ എ എന്നുള്ളതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇനി നമുക്ക് ഇതേപോലെ വെക്റ്റർ ബീൻ്റെതും ആവശ്യമുണ്ട്. വെക്റ്റർ ബി. ഓക്കെ, അപ്പോൾ ബി എന്നുള്ള ടേമിൻ്റെ ഓരോന്നും എന്ത് കാണുക? ഓരോന്നിൻ്റെയും സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യുക. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. കാരണം എന്താ? ഇവിടെ ഐ ജെ കെ എന്നാണ് അല്ലേ, അതിൻ്റെ കൂടെ ഒന്നുമില്ല. അതായത് ഒന്നുള്ളത് കൊണ്ടാണ് അത് പ്രത്യേകം എഴുതാത്തത്. അപ്പോൾ എന്ത് കിട്ടും? 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ 1 + 1 + 1 = എന്ത് കിട്ടും? √3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളോട് കോസ് തീറ്റയാണ്, ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആംഗിളാണ് കാണണമെങ്കിൽ കോസ് തീറ്റ ഈക്വൽ ടു ഇവിടെ കിടക്കണ ഈ 2 സാധനത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ അത് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. അതിങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ A.B ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി കേട്ടോ. അപ്പോൾ A.B നമുക്ക് എന്താ കിട്ടിയത്? അത് 17 നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? √171 ഇൻറ്റു എന്താ ചെയ്യുക? √3. ഓക്കെ, ഇനി നോക്ക്, ഇത് നമ്മുടെ കഴിഞ്ഞ നമ്മൾ ആൻസർ ഏകദേശമായി. നമുക്ക് ആവശ്യം കോസ് തീറ്റ അല്ല, കോസ് തീറ്റ, സൈൻ തീറ്റ, ടാൻ തീറ്റ ഒക്കെ ഉണ്ട്. നമുക്ക് ആവശ്യം ആംഗിളാണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അപ്പോൾ തീറ്റ കാണണമെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ കോസിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യും? കോസ് ഇൻവേഴ്സ് എന്ത് വരും? 17/√171 ഇൻറ്റു √3 എന്ന് എഴുതാം. ഓക്കെ, ഇതിനി നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് കോസ് അടിച്ചാൽ കോസ് ഇൻവേഴ്സ് വരും. എന്നിട്ട് ഇതേപോലെ ബ്രാക്കറ്റ് ഇട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും. ഇനി അതേപോലെ ഒന്നും കൂടി വേണമെങ്കിൽ ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് എഴുതണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ 171നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് ഒറ്റ റൂട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് എഴുതാം. അങ്ങനെയൊക്കെ റൂട്ടിന് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇത് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും എഴുതി വെക്കുക. ഇതൊക്കെ ഇങ്ങനെയും കീഴിൽ കാണാറുണ്ട്. അപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആംഗിൾ കാണാനും ഡോട്ട് പ്രൊഡക്റ്റ് കാണാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് കാണാനാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഐയും ജെയും കെയും തമ്മിൽ ഗുണിച്ചിട്ട് ഓരോന്നും കൂട്ടി വെക്കുക. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് കിട്ടി. ഇനി ആംഗിളാണ് കാണണമെങ്കിൽ 2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് കാണുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? എന്നിട്ട് ഡിവൈഡ് ഈ രൂപത്തിൽ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്, അടുത്തത് നമുക്ക് വർക്ക് ഡൺ. ഈ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് വർക്ക് ഡൺ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ 2 ആപ്ലിക്കേഷൻ, ഡോട്ടിന് ഒരു ആപ്ലിക്കേഷൻ ഈ മൊഡ്യൂളിൽ, അതേപോലെ എന്താണ് നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ട്, അതിനൊരു ആപ്ലിക്കേഷനും പഠിക്കാണ്ട്. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റിനുള്ള ആപ്ലിക്കേഷൻ മൊമെൻറ്റം കാണാനാണ്. അത് ഉച്ചക്കത്തെ സെക്ഷനിൽ മിസ് എടുക്കും. അപ്പോൾ നമുക്കിപ്പോൾ വർക്ക് ഡൺ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ വർക്ക് ഡൺ കാണുമ്പോൾ പല വിധത്തിൽ തരും. നമുക്ക് ആദ്യം അറിയേണ്ടത് ഇതിൻ്റെ ബേസിക് ഇക്വേഷനാണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ 2-3 വിധത്തിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യും? ഫോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് തരും, 3 ഫോഴ്സൊക്കെ ആക്കിയിട്ട് തരും. ഓക്കെ, അതേപോലെ ഈ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോകുന്നു, ആ രൂപത്തിൽ തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റിന് ഒരു ഒറ്റ വെക്റ്റർ ഇക്വേഷൻ ഉണ്ടാക്കണം. പൊസിഷൻ വെക്റ്റേഴ്സ് ആയിരിക്കും തന്നിരിക്കും, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒറ്റ വെക്റ്റർ ഉണ്ടാക്കണം. പിന്നെ അതേപോലെ ഫോഴ്സ് എന്താണ് സെപ്പറേറ്റാണ് തന്നിരിക്കണമെങ്കിൽ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒറ്റ ഫോഴ്സ് ആക്കിയിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ കോൺസ്റ്റന്റ് ഫോഴ്സസ് തന്നിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണും, അല്ലെങ്കിൽ നമ്മളെ ബുക്കുകളിലൊക്കെ ഉണ്ടാവും. കോൺസ്റ്റന്റ് ഫോഴ്സസ് 2i - 5j + 6k, -i + 2j - k. അടുത്തത്
ആൻഡ് 2i plus 7j. Okay, act on a particle. ഇത്രയും ഫോഴ്സുകൾ എന്ത് ചെയ്യുന്നു, ഒരു പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്നു ഫ്രം ദ പൊസിഷൻ എവിടെ നിന്നാണ് 4i minus 3j minus 2k 4i minus 3j minus 2k to എന്താണ് 6i plus j minus 3k. ഈ വെക്റ്റർ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ചെറിയ ഇക്വേഷനും ചെറിയ മെത്തേഡുള്ളൂ. കുറച്ച് ചെയ്യുമ്പോൾ തന്നെ 5-6 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ നോക്കാം, ഇപ്പോൾ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്താണ്, ഒരു ഫോഴ്സ് ഉണ്ട്, അതിന് 3 കമ്പോണൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു, ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യണത് 4i minus 2j minus 2k എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, വർക്ക് ഡൺ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റിന് ഇത് ഫൈൻഡ് ദ ടോട്ടൽ വർക്ക് ഡൺ കേട്ടോ. ഫൈൻഡ് ദ ടോട്ടൽ വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് 2 ആപ്ലിക്കേഷനുള്ളത് എന്താണ്, മൊമെൻറ്റം കാണാനും അതേപോലെ വർക്ക് ഡൺ കാണാനും. അപ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൽ നോക്ക്, ഡി എന്ന് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഡി എന്നുള്ള ഒരു ടേം ഉള്ളതുകൊണ്ട് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഡോട്ട് പ്രൊഡക്റ്റ് ആണ് വർക്ക് ഡണ്ണ് കാണുമ്പോൾ, മറ്റേതിൽ പിന്നെ ക്രോസ് ആണെന്ന് ഓർത്ത് വെക്കുക. 2 ആപ്ലിക്കേഷനുകൾ, ഒന്ന് ക്രോസിനും ഒന്ന് ഡോട്ടിനും. അപ്പോൾ മൊമെൻറ്റത്തിൽ ക്രോസ് ആണെന്നും വർക്ക് ഡൺ കാണുമ്പോൾ ഡോട്ട് ആണെന്നും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു വർക്ക് ഡൺ കാണാൻ എന്താണ്, ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ. ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമുക്കിവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 കമ്പോണൻ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് F1 plus F2 plus F3 എന്ന് സപ്പോസ് ഇങ്ങനെ കരുതാം, ഇങ്ങനെയാണെന്ന് വെച്ചോ. അപ്പോൾ ഈ 3 ഫോഴ്സുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക, 2i minus 5j plus 6k. ഇനി വെക്റ്ററിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതിലൊക്കെ 3ാമത്തേൽ നോക്കൂ, കെ എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അവിടെ വെറുതെ 0k എന്ന് ഇട്ടാൽ മതി. ഏതിലെങ്കിലും ഒന്നിൽ ഐ ഇല്ലെങ്കിൽ അവിടെ 0i എന്ന് ഇടുക, ഒരു ജെൻ്റെ ടേമില്ലെങ്കിൽ 0j എന്ന് ഇട്ട് വെക്കുക, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കുക. പ്ലസ് ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടണം, -i plus 2j minus k പ്ലസ് എന്തരും 2i plus 7j. ഇനി ഡൗട്ടുള്ളവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, 0k എന്ന് ഇട്ട് വെക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നോക്ക് നിങ്ങൾ എന്താണ് വരുന്നത്, ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ ഐൻ്റെ ടേമുകളൊക്കെ ഒരുമിച്ച് കൂട്ടുക, ജെൻ്റെ ടേമുകളൊക്കെ ഒരുമിച്ച് കൂട്ടുക, കെയുടെ ടേമുകളൊക്കെ ഒരുമിച്ച് കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ 2i ഉണ്ട്, ഈ ഐ അവിടെ നിൽക്കണത്, അതിന് മുമ്പുള്ള നമ്പേഴ്സ് വെച്ച് നോക്കിയാൽ മതി. ഇവിടെ 2 ഉണ്ട്, 2ൻ്റെ കൂടെ -1 കൂട്ടിയാൽ എന്തായി, +1 + 2 എന്ത് കിട്ടും, 3i കേട്ടോ, 3i. ഇനി ഡൗട്ടുള്ള ഒരു ഐകളൊക്കെ ഒരുമിച്ച് എഴുതിക്കണം, അങ്ങനെ കൂട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ എളുപ്പം പ്രകാരം ചെയ്യാം. നമുക്ക് ടൈം കുറവായത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. -5ഉം +2 കൂടി കൂട്ടുമ്പോൾ എന്താവും, -3 എന്ന് കിട്ടും. -3യുടെ കൂടെ +7 കൂട്ടുമ്പോൾ എന്താണ്, +4j എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് 6ഉം ഇവിടെ -1ഉം എന്താണ്, +5 എന്ന് കിട്ടും. 5ൻ്റെ കൂടെ 0 കൂട്ടിയാൽ +5k എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ നെറ്റ് ഫോഴ്സ് കിട്ടുക 3i + 4j + 5k. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടത്, ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണണം. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ വെക്റ്റർ എ ബി എന്ന് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പൊസിഷൻ വെക്ടറിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ. വെക്റ്റർ എ ബി പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പോകുക പറഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എന്ത് ചെയ്യാം, OB എന്ന് കൊടുക്കാം, പൊസിഷൻ വെക്ടർ ഓഫ് ബി എന്ന് കൊടുക്കുക. അപ്പോൾ എന്താ ചെയ്യുക, ഈ ആദ്യം തന്നീന് എന്ത് ചെയ്യാം, പൊസിഷൻ വെക്ടർ ഓഫ് എ എന്ന് കൊടുക്കുക. അപ്പോൾ എൻഡ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് എ ബി എന്ന് പറയുമ്പോൾ വെക്ടർ എ ബി പറഞ്ഞാൽ OB - OA ആണ്. പൊസിഷൻ വെക്ടർ ഓഫ് OB - OA ആണ്. അപ്പോൾ എന്താ ചെയ്യുക, ഇതിൽ നിന്ന് 6i + j - 3. ആകെ ഈ ഒരു കാര്യം നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടുള്ളൂ, എൻഡ് പോയിന്റിൽ നിന്ന് ആദ്യത്തെ പോയിന്റാണ് കുറക്കുക കേട്ടോ, നേരെ തിരിച്ചെടുക്കരുത്. അപ്പോൾ നമ്മുടെ ഉത്തരം തെറ്റിപ്പോവും. മൈനസ് ഇതിൽ നിന്ന് എന്ത് കുറക്കണം, ആ പോയിന്റ് കുറക്കണം, 4i - 3j - 2k.
ഓക്കെ, ഇനി എന്താ ചെയ്യുക, ഐൻ്റെ ടേമുകൾ തമ്മിൽ കുറയ്ക്കുക, ജെൻ്റെ തമ്മിൽ കുറയ്ക്കുക, കെൻ്റെ തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ 6 4i കുറച്ചാൽ 2i. ഓക്കെ, അടുത്തത് ജെയിൽ നിന്ന് കുറക്കണം. എന്താ കുറക്കേണ്ടത്? -3j ആണ്. ഓക്കെ, അപ്പോൾ 2 മൈനസുകൾ അവിടെ അടുത്ത് വരും. കുറക്കണം എന്നുള്ളൊരു മൈനസ് വരും, പിന്നെ -3ൻ്റെ ഒരു മൈനസ് വരും. അപ്പോൾ 2 പ്ലസ് ആവും കേട്ടോ. അപ്പോൾ j + 3j ആണ് വരും, അതായത് 4j. ഓക്കെ, ഡൗട്ടുള്ളവരൊക്കെ ഒരു സ്റ്റെപ്പും കൂടി എഴുതിയിട്ട് ചെയ്ത് നോക്കുക, അപ്പോൾ കറക്റ്റ് കിട്ടും. -3 ഇവിടെ അതേപോലെ തന്നെയാണ് -2 ആണ്. അപ്പോൾ എന്താ വരും? -3 + 2 ആവും, അതായത് -k എന്ന് കിട്ടും. ഓക്കെ, 2i + 4j - k. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? വർക്ക് ഡൺ ആണ് കാണേണ്ടത് അല്ലേ? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഇപ്പോൾ ഈ കിട്ടിയ ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സും ഇൻറ്റു ഡോട്ട് ആ ഡിസ്പ്ലേസ്മെൻറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നമ്മളുടെ വർക്ക് ഡൺ ആയി. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഫോഴ്സ് എന്താ കിട്ടിയത്? 3i + 4j + 5k ഡോട്ട് അടുത്തത് എന്താ ഉള്ളത്? 2i + 4j - k. ഓക്കെ, നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ നേരത്തെ പ്രോബ്ലം ചെയ്തതാണ്. എങ്ങനെ ചെയ്യുക? ഐയും തമ്മിൽ ഗുണിക്കുക, ജെയും തമ്മിൽ ഗുണിക്കുക, കെയും തമ്മിൽ ഗുണിക്കുക. അപ്പോൾ അതിൻ്റെ നമ്മൾ 3 × 2 + 4 × 4 പിന്നെ +5 × -1 കേട്ടോ. അപ്പോൾ എന്താ വരിക? 6 + 16 മൈനസ്, അപ്പോൾ എന്താ കിട്ടുക? 6 + 16 - 5 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഇവിടുത്തെ 6 കുറച്ചാൽ അപ്പോൾ എന്ത് കിട്ടും? 17 ആൻസർ കിട്ടും കേട്ടോ. 17 ആൻസർ കിട്ടും. ഓക്കെ, 17 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഈ ഫോഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് ചോദിക്കാറ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യണത് എങ്ങനെയാണെന്ന് ഓർത്ത് വെക്കുക. 17 യൂണിറ്റ് കേട്ടോ. നമുക്കിപ്പോൾ അതിനെ വർക്ക് ഡണ്ണിൻ്റെതോ അല്ലെങ്കിൽ വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റോ അല്ലെങ്കിൽ വേറെ പ്രത്യേക ഒരു യൂണിറ്റോ ഒന്നും എഴുതാൻ പറ്റില്ല. 17 യൂണിറ്റ് എന്ന് എഴുതി വെക്കാം. അതല്ലാതെ ഒരു അളവൊന്നും തരാത്തത് കൊണ്ട് എന്താണ് യൂണിറ്റ് എന്ന് എഴുതി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് യൂണിറ്റ് എന്ന് എഴുതി വെക്കുക. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞില്ല അല്ലേ? അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് പറഞ്ഞത്. ഇനി ക്രോസ് പ്രൊഡക്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കാണുന്നതാണ്. ഒരു ഏരിയ ഓഫ് എ ട്രയാങ്കിളും അതേപോലെ ഏരിയ ഓഫ് എ പാരലോഗ്രാമും കാണാൻ. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിളാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഉച്ചക്കത്തെ സെക്ഷനിൽ ഏരിയ ഓഫ് എ പാരലോഗ്രാം ചെയ്യാം. ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതായത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് ഓഫ് A × B. ഓക്കെ, വെക്ടർ എ ക്രോസ് വെക്ടർ ബി, ഏതെങ്കിലും 2 വെക്ടർ തന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വെക്ടർ ഉണ്ടാക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക? അതിന് ജസ്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക, അതിൻ്റെ ഹാഫ് എടുക്കുക. ഇനി പാരലോഗ്രാം ആണെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് A × B കണ്ടിട്ട് അതിൻ്റെ മോഡുലസ് കണ്ടാൽ മതി, ഹാഫ് എടുക്കേണ്ട ആവശ്യമില്ല. അത്ര വ്യത്യാസമുള്ളൂ. അതായത് 2 ട്രയാങ്കിൾ ചേരുമ്പോഴാണ് ഒരു പാരലോഗ്രാം വരിക എന്നുള്ള ഒരു രീതിയിലാണ് അത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ A × B എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പാരലോഗ്രാം ആണെങ്കിലും അതേപോലെ ട്രയാങ്കിൾ ആണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഏരിയ. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതണില്ല. ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. അതിൻ്റെ വെർട്ടീസസ് തന്നിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് പറഞ്ഞാൽ അതിൻ്റെ ഓരോ മൂലകൾ i - k ആണ് കേട്ടോ. ജെ കമ്പോണൻ്റ് ഇല്ല, k ആണ്. അടുത്തത് ബി തന്നിരിക്കുന്നത് 2i + j + 5k, 2i + j + 5k. സി തന്നിരിക്കുന്നത് j + 2k. ഓക്കെ, j + 2k. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് വെറുതെ ഒരു റഫായിട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇവിടെ A B C എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? i - k. ബീൻ്റെ ഇവിടെ മാർക്ക് ചെയ്യുന്നത് എന്താണ്? ബി എന്തായിരുന്നു? 2i + j + 5k. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ j + k ആണ് കേട്ടോ. ഇനി നമുക്ക് ഏതെങ്കിലും ടേം ഇല്ല, അപ്പോൾ ഇവിടെ ജെ ഇല്ല, അപ്പോൾ ഇവിടെ വേണമെങ്കിൽ 0j ചേർക്കാം. ഇവിടെ എന്താണ്? i ഇല്ല, അപ്പോൾ നമുക്ക് 0i എന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി അഡ്ജസൻറ്റ് സൈഡാണ് കാണാൻ പോകുന്നത്. വെക്ടർ എ ബിയും വെക്ടർ എ സിയും കാണാൻ പോവാം അല്ലേ? അപ്പോൾ വെക്ടർ എ ബി വെക്ടർ എ സി കാണണമൊക്കെ നമ്മൾ നേരത്തെ പറയും. വെക്ടർ എ ബി എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ ആണ് അല്ലേ? പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ ആണ്. ഈ ബി എ ആണ് ഇവിടുത്തെ ബി പറഞ്ഞ ഈ വെർട്ടീസിനെയാണ് പൊസിഷൻ വെക്ടർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത്. അതായത് എന്താ വരിക? 2i + j + 5k
മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഐ ഇനി അവിടെ ജെന് ടേം ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യുക, കൺഫ്യൂഷൻ വരികയാണെങ്കിൽ 0j എന്ന് ചേർത്ത് കൊടുത്തോ. 0j മൈനസ് കെ കേട്ടോ. ഇനി ഐയിൽ നിന്ന് ഐ കുറക്കുക, ജെയിൽ നിന്ന് ജെ കുറക്കുക, കെയിൽ നിന്ന് കെ കുറക്കുക. അപ്പോൾ 2ൽ നിന്ന് ഐ കുറച്ചാൽ, അതായത് ഐയും ജെയും കെ കൊടുക്കട്ടെ, അതിന് മുൻപുള്ള നമ്പേഴ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ മതി. 2ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 1. അപ്പോൾ 1i എന്ന് പറഞ്ഞാൽ വെറും ഐ കേട്ടോ. 1i എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ജെയിൽ നിന്ന് എന്താണ് 0j കുറക്കണം. അപ്പോൾ എന്താണ് ആ ജെ അതുപോലെ തന്നെ ഉണ്ടാവും, ജെ ഉണ്ടാവും. 5kയിൽ നിന്ന് കുറക്കണം എന്താണ്? മൈനസ് കെ. അപ്പോൾ 2 മൈനസുകൾ അടുത്ത് വരും, അത് പ്ലസ് ആവും. അപ്പോൾ 6k എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വെക്ടർ എ ബി എന്താ കിട്ടുക? ഐ പ്ലസ് ജെ പ്ലസ് 6k. ഇനി നമുക്ക് വെക്ടർ എ സി കാണാം. അപ്പോൾ നമുക്ക് ഏരിയ കാണെങ്കിൽ അഡ്ജസൻ്റ് സൈഡുകളാണ് ആവശ്യം. ഈ തന്നത് നേരെ എടുത്തുകൊണ്ട് ഇത് രണ്ടെണ്ണം ഉപയോഗിച്ചിട്ട് ക്രോസ് ചെയ്തിട്ട് ഏരിയ കാണരുത്. അഡ്ജസൻ്റ് സൈഡാണ് ആവശ്യം. ഈ തന്നിരിക്കുന്നത് വെർട്ടീസസ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ഈ സൈഡിന് ഇക്വേഷൻ ഉണ്ടാക്കുക, ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കുക. അപ്പോൾ അഡ്ജസൻ്റ് സൈഡാണ്, അടുത്തടുത്ത് കിടക്കുന്ന സൈഡുകളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എന്താ കിട്ടുക? വെക്ടർ എ സി ആണ് എടുക്കുന്നത് എങ്കിൽ വെക്ടർ എ സി പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ഓക്കെ, പൊസിഷൻ വെക്ടർ ഓഫ് സി എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ഐൻ്റെ ടേം ഇല്ല, വേണമെങ്കിൽ 0 എന്ന് ചേർത്തോ. ജെ പ്ലസ് കെ മൈനസ് എന്തോരും എ എന്ന് പറയുമ്പോൾ ഐ മൈനസ് കെ, ഐ മൈനസ് കെ കേട്ടോ, ഐ മൈനസ് കെ എന്ന് വരും. അപ്പോൾ നോക്ക്, ഇവിടെ ഐൻ്റെ ടേം ഇല്ല. ഓക്കെ, അപ്പോൾ അതിലാണെങ്കിൽ ഐ ഉണ്ട്. അപ്പോൾ ഇവിടെ 0i നിന്നാണ് ശരിക്കും ഐ കുറക്കണം. അതായത് എന്ത് കിട്ടും? മൈനസ് ഐ. ഓക്കെ, മൈനസ് ഐ. ഇനി ജെയിൽ നിന്ന് ഇവിടെ ജെൻ്റെ ടേമും ഇല്ല, അപ്പുറത്ത് 0j ആണ് കുറക്കണം. അപ്പോൾ എന്ത് കിട്ടും? പ്ലസ് ജെ. ഇനി കെയിൽ നിന്ന് മൈനസ് കെ ആണ് കുറക്കണം. വെറും കെ അല്ല, പ്ലസ് കെ ആയിരുന്നെങ്കിൽ 0 ആയി പോകും. മൈനസ് കെ എന്ന് വരുന്നത് കൊണ്ട് എന്താണ്? ഈ മൈനസ് ആണ് ഉള്ളിൽ കൊടുക്കുമ്പോൾ 2 മൈനസ് അടുത്ത് വരും. അപ്പോൾ പ്ലസ് 2k എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് ഒരു മിനിറ്റ്, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നില്ല, ഇവിടെ 2k ആയിരുന്നു കേട്ടോ. 2k ആണ് ഞാൻ ഇവിടെ എഴുതി കൊടുത്ത് k എന്ന് എഴുതിയിരുന്നത്. അപ്പോൾ 2k ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? ഈ സി എന്നുള്ള പോയിന്റ് ജെ പ്ലസ് 2k ആണ് കേട്ടോ, വെറും k അല്ല, 2k കേട്ടോ. ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നിരുന്നത്, ഇവിടെ എഴുതിയപ്പോൾ വെറും k എന്ന് എഴുതിയിരുന്നത്. അവിടെ 3k എന്ന ആൻസർ വരും കേട്ടോ, 3k. ഓക്കെ, അപ്പോൾ നോക്കാം ഇനി എന്താ ചെയ്യാം നമുക്ക്? ഇനി ഇതിനെ ഏരിയ കാണണം. ഏരിയ കാണണമെങ്കിൽ ആദ്യം ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണണം കേട്ടോ. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് വെക്ടർ എ ബി ക്രോസ് എ സി കാണണം. എ ബി ക്രോസ് എ സി കാണണം. അപ്പോൾ എ ബി ക്രോസ് എ സി കാണാൻ എന്ത് ചെയ്യുക? ഐ ജെ കെ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അത് അതിൻ്റെ ടേമുകൾ അതിൻ്റെ സ്ഥാനത്ത് എഴുതുക. ഐൻ്റെത് 1 1 6. അടുത്ത എന്ത് വരും? -1 1 3. ഓക്കെ, ഇനി എന്താ ചെയ്യുക? ഡിറ്റർമിനൻ്റ് കാണുന്നത് നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ അടുത്ത മൊഡ്യൂളിൽ പ്രത്യേകിച്ച് ആവശ്യമുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ടേം പ്ലസ്, രണ്ടാമത്തെ മൈനസ്, മൂന്നാമത്തെ പ്ലസ് കേട്ടോ. ഇതാണ് ഓർഡർ വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? നിങ്ങൾ ഡിറ്റർമിനൻ്റ് കാണുന്നത് കൂടി ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് നല്ലോണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൽ ആവശ്യം വരുന്നതാണ്. ഉച്ചക്കത്തെ സെക്ഷനിലൊക്കെ പ്രോബ്ലം ചെയ്യാനുള്ളതാണ് കേട്ടോ. പ്ലസ് ഐ ഇൻറ്റു എന്ത് ചെയ്യുക? ഈ ടേം എടുക്കുക, പ്ലസ് ഐ. ഇവിടുത്തെ ചിഹ്നം എന്താ വെച്ചാൽ ചേർത്ത് എടുക്കുക കേട്ടോ. പ്ലസ് ഐ ഇൻറ്റു ഇത് നിൽക്കുന്ന കോളവും ഇത് നിൽക്കുന്ന റോയും ഒഴിവാക്കുക. ഓക്കെ, ബാക്കിയുള്ളത് ക്രോസ് ആയിട്ട് ഗുണിക്കുക. അപ്പോൾ 1 × 3 മൈനസ് 6 × 1. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു കേട്ടോ. ഇവിടെ മൈനസ് ആണ്, അപ്പോൾ മൈനസ് ജെ എന്ന് എഴുതി. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു. ഇനി ഇവിടെ ഒരു മൈനസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് മൈനസും അടുത്ത് വരുമ്പോൾ പ്ലസ് ആവട്ടെ. ആ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. മൈനസ് ജെ ഇൻറ്റു ഈ കോളവും ഈ റോയും ഒഴിവാക്കുക, ബാക്കിയുള്ള ക്രോസ് ആയിട്ട് ഗുണിക്കുക. 1 × 3 മൈനസ് 6 × -1. ഓക്കെ, അടുത്തത് പ്ലസ് കെ ഇൻറ്റു കെ നിൽക്കുന്ന കോളവും റോയും ഒഴിവാക്കി, ബാക്കി ക്രോസ് ആയിട്ട് ഗുണിക്കുക. എപ്പോഴും ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മേലെന്ന് ഇങ്ങനെ തുടങ്ങണം കേട്ടോ. ഇങ്ങനെയാണ് ഓർഡർ, മുകളിൽ നിന്ന് താഴോട്ട്. 1 × 1 മൈനസ് എന്താണ്? -1 × 1 അല്ലെങ്കിൽ 1 × -1. ഓക്കെ, അപ്പോൾ അതെന്ത് വരും? ഇവിടെ അത് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഐ ഇൻറ്റു എന്താണ്? 3 - 6. 1 × 3 3. ഇവിടെ 6, 3 - 6 പറഞ്ഞാൽ -3. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു ഇവിടെ 3. ഇവിടെ -6 -1 കൂടി ഗുണിച്ചാൽ 2 നെഗറ്റീവുകൾ തമ്മിൽ ഗുണിച്ചാൽ ഉത്തരം പ്ലസ് ആയിരിക്കും. അപ്പോൾ 3 + 6 എന്ത് കിട്ടും? 9 എന്ന് വരും. ഓക്കെ, അടുത്തത് വരുന്നത് പ്ലസ് കെ ഇൻറ്റു ഇവിടെ 1 × 1 1,
ഇവിടെ -1 ഗുണിച്ചാൽ എന്താവും +1 ആവും. അപ്പോൾ +1 എന്തരും 2 എന്ന് വരും കേട്ടോ. അപ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ എന്താ കിട്ടുക ഒന്നും കൂടി എഴുതുമ്പോൾ ഇനി നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നത് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആദ്യം എന്താണ് നമ്പർ പറയും, പിന്നെയാണ് ഐയും ജെയും കെയും പറയും അല്ലേ. അപ്പോൾ ആ ഓർഡറിൽ ഇത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡറിൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താ അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. -3i -9j +2k. ഇതാണ് നമ്മുടെ ഈ അഡ്ജസൻറ്റ് സൈഡുകളുടെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. ഓക്കെ, -3i -9j +2k. ഇനി ഇതിൻ്റെ എന്ത് ചെയ്യണം, മാഗ്നിറ്റ്യൂഡ് കാണണം. മാഗ്നിറ്റ്യൂഡ് കാണുക, ലെങ്ത് കാണുക എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ AB ക്രോസ് AC. ഓക്കെ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക = എന്തരും √3യുടെ സ്ക്വയർ +-9ന്റെ സ്ക്വയർ +2ന്റെ സ്ക്വയർ കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3ന്റെ സ്ക്വയർ 9, ഇവിടെ 9ൻ്റെത് 81 +4. ഓക്കെ, ഇത് കൂട്ടുമ്പോൾ √94 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ പാരലോഗ്രാമിൻ്റെ ഏരിയയാണ് കാണേണ്ടതെന്ന് വെച്ചോ. അങ്ങനെ ചോദിച്ചിട്ടുള്ളെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. അതായത് അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്, ക്രോസ് കണ്ടിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഏരിയ. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രയാങ്കിളിൻ്റെ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഹാഫും കൂടി എടുക്കണം. ഹാഫ് കാണാനൊന്നും പോകണ്ട, ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ = ഹാഫ് ഓഫ് എന്താണ് ഇതിൻ്റെ ഹാഫ് ഓഫ് AB ക്രോസ് AC, അതായത് ഹാഫ് ഓഫ് √94 കേട്ടോ. ഓക്കെ, അപ്പോൾ പാരലോഗ്രാം ആകുമ്പോൾ ഈ ഹാഫ് ഉണ്ടാവില്ല, ട്രയാങ്കിൾ ആകുമ്പോൾ ഈ ഹാഫ് ഉണ്ടാവും. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വെക്ടറിൽ പ്രധാനമായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇനി വേറെ ടൈപ്പുകൾ, വെക്ടറിൽ വരുന്ന വേറെ ടൈപ്പുകളുണ്ട്. അതൊക്കെ ഉച്ചക്കത്തെ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സെക്ഷനാണ് ബൈനോമിയൽ തിയറം. അതിൽ 6 ക്വസ്റ്റ്യനാണ് അതിലുണ്ടാവും. 6 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ഒന്ന് എക്സ്പാൻഷൻ ചോദിക്കും, x+a⁴n രൂപത്തിൻ്റെ എക്സ്പാൻഷൻ, അതേപോലെ x-a⁴n എക്സ്പാൻഷനും, പിന്നെ r+1th ടേമിൻ്റെ ഒരൊറ്റ ഇക്വേഷൻ ഉണ്ട്, ചെറിയൊരു ഇക്വേഷനാണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് 4 ടൈപ്പ് പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതിൽ നമുക്ക് കാണാനുള്ളത് ആദ്യം അതേപോലെ എന്താണ് ഓരോന്നിൻ്റെ കോയിഫിഷ്യൻറ്റ്. ഓക്കെ, x⁻32ൻ്റെ കോയിഫിഷ്യൻറ്റ് എന്താണ്, ഓക്കെ, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടേം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ടേം എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് കാണാൻ എങ്ങനെയാണ്, അത് രണ്ടും നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ സെക്ഷനാണ് മിഡിൽ ടേം കാണുക, അല്ലെങ്കിൽ അതിൽ എന്താണ് എക്സ്പാൻഷനിൽ 10ാമത്തെ ടേം കാണുക, 20ാമത്തെ ടേം കാണുക, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പർട്ടിക്കുലർ ടേം കാണാനുള്ളത്. അപ്പോൾ ഇതാണ് ഈ 4 ടൈപ്പുകൾ. അതിൽ ഈ മിഡിൽ ടേം കാണലും ആ പർട്ടിക്കുലർ ടേം കാണുന്ന ക്വസ്റ്റ്യനും നമുക്ക് ഉച്ചക്കത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ രാവിലത്തെ ഈ സെക്ഷനിൽ നമുക്ക് ഇത് ചെയ്യാം, എക്സ്പാൻഷന് നോക്കാം. ഓക്കെ, പ്ലസിൻ്റെയും മൈനസിൻ്റെ എക്സ്പാൻഷൻ നോക്കാം. അതുപോലെ r+1th ടേം കാണുന്ന കോയിഫിഷ്യൻ്റ് കാണുന്നത്, കോൺസ്റ്റൻറ്റ് ടേം കാണുന്നതും ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യും. വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മളിവിടെ എക്സ്പാൻഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ എക്സ്പാൻഡ് x+1/x all raised to 4 ബൈനോമിയലി. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരും. ഒന്ന് ഇവിടെ പ്ലസ് തരും, അല്ലെങ്കിൽ ഇവിടെ മൈനസ്. ആദ്യം പ്ലസ് ആണോ മൈനസ് ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ x+a⁴n എക്സ്പാൻഷനാണ് ഓർത്ത് വെക്കേണ്ടത്. x+a⁴n ആണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അത് വെച്ചാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇതിന് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ആദ്യ ടേം ഈ സംഖ്യ, ആദ്യത്തെ ടേമും ഈ പവറും കൂടി വരുന്നത് x⁻n. അപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ x⁴ കേട്ടോ, ആദ്യ ടേം അതായിരിക്കും. സെക്കൻഡ് ടേം nc1. ഓക്കെ, n എന്ന് പറഞ്ഞാൽ ഈ പവർ കിടക്കണം. നോക്ക്, എന്നിൻ്റെ സ്ഥാനത്ത് കിടക്കണം ഇപ്പോൾ ഇവിടെ 4 ആണ്. അപ്പോൾ 4c1 എന്ന് പറഞ്ഞാൽ കോഫാക്ടർ എന്നാണ് c റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് അടിച്ച് കണ്ടെത്താം. 4c1 അടിച്ചാൽ മതി. നിങ്ങൾ 4 അടിക്കുക, കാൽക്കുലേറ്ററിൽ NCR പറഞ്ഞൊരു സ്വിച്ച് ഉണ്ടാവും, അത് നിൽക്കുക, എന്നിട്ട് 1 അടിച്ചു കഴിഞ്ഞാൽ nc1ൻ്റെ വില കിട്ടും. ഓക്കെ, അപ്പോൾ nc1 x⁻n - 1 × a⁻1.
ഓക്കെ, ഇതൊരു പാറ്റേൺ ഉണ്ട്. ആദ്യത്തെ ഈ ടേം ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നോക്കി n(c1) x⁻n−1. ഇവിടെ ഏതാ വരുന്നത് വെച്ചാൽ അതങ്ങനെ പവറിൽ വരും. n അത് കുറക്കുക, ഇവിടെ a⁻1 പ്ലസ് നോക്ക് നിങ്ങൾ nc2 x⁻n−2 ഇൻറ്റു a സ്ക്വയർ. എന്താ സംഭവിച്ചത്? nc2 ഇവിടെ 2 ആയപ്പോൾ n 2 കുറക്കുക, x⁻n−2 ഇവിടെ a⁻2 പ്ലസ് അടുത്ത എന്താ വരിക? nc3 ഇൻറ്റു x⁻n−3 ഇൻറ്റു a⁻3. ഓക്കെ, ഇങ്ങനെ പോകും ഈ സീരീസ്. നമ്മൾ ഫുള്ളൊന്നും എഴുതേണ്ടിയല്ല. പ്ലസ് ലാസ്റ്റ് ടേം എന്താണ്? പ്ലസ് a⁻n, അവസാന ടേമിൻ്റെ പവർ. അപ്പോൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പവർ എത്രയാണോ അതിനേക്കാൾ ഒരു ടേമും കൂടി അധികം ഉണ്ടാവും. നമ്മൾ a+b² എക്സ്പാൻഷനിലൊക്കെ നമുക്കറിയാം 3 ടേമുള്ളത് അല്ലേ. അപ്പോൾ ഈ പവർ എത്ര വെച്ചാൽ അതിനേക്കാൾ ഒരു ടേമും കൂടി അധികം ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുമായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്യാണ്. ഓക്കെ, ഇവിടെ n എന്ന് പറഞ്ഞാൽ n-ന്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? പവർ കിടക്കുന്നത് 4 ആണ്. ഇവിടുത്തെ എക്സിൻ്റെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇവിടുത്തെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ x തന്നെയാണ് അല്ലേ. ഇവിടുത്തെ എയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? എയുടെ സ്ഥാനത്ത് 1/x ആണ്. അപ്പോൾ ഇത് ഏതാ വെച്ചാൽ അതിവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? x⁻n. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് x തന്നെയാണ്. അപ്പോൾ x⁻n പറഞ്ഞാൽ 4 പ്ലസ് 4c1 x⁻4−1 ഇൻറ്റു a⁻1. a എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? 1/x പ്ലസ് ഇതൊരു പാറ്റേൺ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് എഴുതി കഴിഞ്ഞാൽ എളുപ്പമാണ്. ബൈ ഹാർട്ട് പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. 4c2 അപ്പോൾ ഇവിടെ c2 വന്നുമ്പോൾ x⁻4−2 ഇൻറ്റു 1/x⁻2. ഓക്കെ, അപ്പോൾ 4c2 അതിനടുത്തത് പ്ലസ് 4c3 x⁻4−3 ഇൻറ്റു എന്താണ്? 1/x⁻2 എന്താ വരിക? 3. ഇവിടെ എത്രയാണ് കുറക്കണം? അത് തന്നെയാണ് പവറും വരിക കേട്ടോ. അപ്പോൾ നോക്ക് നിങ്ങൾ, ഇത് മൊത്തം പവർ 4 ആണ്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 ടേം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ടേം 1 2 3 4. ഓക്കെ, 2 പ്ലസിന് അല്ലെങ്കിൽ ഒരു പ്ലസിന് മൈനസിന് ഇടയിലുള്ള ഒരു ടേം ആയിട്ട് കൗണ്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ 4 കഴിഞ്ഞു. ഇനി അവസാന ടേം എപ്പോഴും എന്തായിരിക്കും? a⁻n ആയിരിക്കും. അപ്പോൾ a⁻n പറയുമ്പോൾ എന്തായാലും 1/x⁻4. ഓക്കെ, ഇനി ഇതിന് ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ ചോദിച്ചതിനുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ 1-2 വരി എഴുതുമ്പോൾ തന്നെ നമുക്ക് ആ ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. മാക്സിമം ആയ 3 സ്റ്റെപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അത്ര എഴുതിയോടെ നിർത്തുക, കൂടുതലൊന്നും ചെയ്യാൻ പോകേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നോക്കൂ, ഇതെന്താ വരിക? x⁻4 പ്ലസ് 4c1 നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നിങ്ങൾക്ക് 4 എന്ന ആൻസർ കിട്ടും. 4 x⁻4 എന്ന് ഒന്ന് വെച്ചാൽ x³ ഇൻറ്റു 1/x⁻1 പറഞ്ഞാൽ 1/x പ്ലസ് 4c2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. ഇനി x⁻4−2 പറഞ്ഞാൽ x² ഇൻറ്റു 1/x-ൻ്റെ സ്ക്വയർ. ഇവിടെ നോക്കുമ്പോൾ 1/x ആകുമ്പോൾ വലിയ വിഷയമില്ല. അപ്പോൾ ഇവിടെ 2/x ആയിരുന്നു എന്ന് വെച്ചോ. അപ്പോൾ 2-ൻ്റെയും ഈ പവർ ഏതാ വെച്ചാൽ അത് എടുക്കണം കേട്ടോ. 2/2 എന്നപ്പോൾ എടുക്കണം. ഇവിടെ എന്താണ്? 2/3 എന്നൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ 1 ആകുമ്പോൾ പ്രശ്നമില്ല. 1-ൻ്റെ ഏത് പവർ വന്നാലും 1 തന്നെയാണ്. വേറെ ഏതെങ്കിലും വരുമ്പോൾ അതിനും കൂടി ഈ പവർ കൺസിഡർ ചെയ്യണം കേട്ടോ. അത് ഈ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് അതാ ഉദ്ദേശിക്കുന്നത്. 2-നും കൂടി ഉള്ളതാണ്. അടിയത്തെ ടൈമിന് അല്ലെങ്കിൽ മുകളിലത്തെ ടൈമിന് ഒറ്റയ്ക്ക് ഉള്ളതല്ല, 2-നും കൂടി ഉള്ളതാണ്. ഓക്കെ, 6x². പിന്നെന്താ വന്നത്? ഇൻറ്റു 1/x². ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് പ്ലസ് 4c3. ഓക്കെ, 4c3യും 4c1 ഒരേ വിലയായിരിക്കും. പ്ലസ് 4 ഇൻറ്റു x⁻4−3 പറഞ്ഞാൽ 1 x⁻1 ഇൻറ്റു 1/x³. ഓക്കെ, പ്ലസ് ലാസ്റ്റ് ടേം എന്താ വരിക? 1/x⁻4. ഓക്കെ, അപ്പോൾ ഇത് നോക്കി. ഇനി ഇതിൽ എക്സ് വെട്ടാനുള്ളത് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ഗുണിക്കാനുള്ളടത്ത് ഇങ്ങനെ എക്സ് അടിയും മുകളിലും വരുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഒരേ എണ്ണം വെട്ടിക്കളയാം. ബാക്കി എവിടെയാണ് കൂടുതൽ വെച്ചാൽ അവിടെ ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, ഇപ്പോൾ ഇവിടെ x³ x ഉണ്ട്. ഇവിടെ നിന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ x² ബാക്കിയാണ്. ഇവിടെ x² ഇവിടെ x² ഉണ്ട്. വെട്ടിക്കഴിഞ്ഞാൽ അവിടെ 0 എന്നല്ലാട്ട് അർത്ഥം അവിടെ 1 ബാക്കിയുള്ളത്. പിന്നെ ഇവിടെ എക്സും പോയി, ഇവിടെ x³ എന്നും പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ x² വരും. ഇവിടെ അടിയിലാണ് കൂടുതൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ബാക്കി എന്ത് വരും? x⁻4 പ്ലസ് 4x² പ്ലസ് 6 പ്ലസ് 4/x² പ്ലസ് 1/x⁴ പ്ലസ് 1/x⁴. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. നോക്ക് നിങ്ങൾ, 3 സ്റ്റെപ്പേ ഉള്ളൂ അല്ലേ? ഈ ഇക്വേഷന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എഴുതുക. 3 സ്റ്റെപ്പ് ചെയ്ത് നമുക്ക് 6 മാർക്കൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പം. അല്ലെങ്കിൽ ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്
കേട്ടോ. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. എക്സ് പ്ലസ് എ റേസ് ടു എന്നിൻ്റെ ആണെങ്കിലും എക്സ് മൈനസ് എ റേസ് ടു എന്നിൻ്റെതാണെങ്കിലും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വരുന്നത് ജസ്റ്റ് നോക്കാം. നെഗറ്റീവിൻ്റെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇതേപോലെ തന്നെയാണ് വരിക. ഈക്വേഷൻ ഇവിടെ നിൽക്കട്ടെ. നോക്ക്, ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പാൻഡ്, ഈ ക്വസ്റ്റ്യന് പലപ്പോഴും ചോദിച്ച് കണ്ട ഒരു ക്വസ്റ്റ്യനാണ്. എക്സ്പാൻഡ് എക്സ് ക്യൂബ് മൈനസ് 1/x² റേസ് ടു 5 കേട്ടോ. x² റേസ് ടു 5 ബൈനോമിയലി. ഓക്കെ. അപ്പോൾ ഇതിൽ എക്സ് മൈനസ് എ ഓൾ റേസ് ടു n ആണ് അല്ലേ. അത് നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആണ് പ്ലസ് ആണ് നോക്കിയിട്ട് തീരുമാനിക്കും. ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ്. അപ്പോൾ മൈനസ് വരുമ്പോൾ ആകെ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടുള്ളൂ. രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തത് എന്താണ്, ആദ്യം പ്ലസ്സിൽ തുടങ്ങും. ഓക്കെ. അവസാനിക്കുന്നത് പ്ലസ്സിലായിരിക്കും. പക്ഷെ അവസാനത്തെ ടേം പറഞ്ഞാൽ എ അല്ല, മൈനസ് എ റേസ് ടു n ആണ് കേട്ടോ. ഇത് നിങ്ങൾ പലരും പല വിധത്തിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതായത് നിങ്ങൾ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രൂപത്തിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് പ്രത്യേകിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. എന്താ ചെയ്യുക, പ്ലസ്സിൽ തുടങ്ങും, അവസാന ടേം പ്ലസ് ആണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് വെറും എ അല്ല, മൈനസ് എ റേസ് ടു n ആണ് എടുക്കാറ്. പിന്നുള്ളൊരു കാര്യം എന്താ വെച്ചാൽ പ്ലസ് ഇടവിട്ട് എന്താണ് മൈനസ് കേട്ടോ. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് അങ്ങനെ. അപ്പോൾ ഇത് പ്ലസ് ആയി, ഇത് മൈനസ്, അടുത്ത പ്ലസ്, അടുത്തതിന് മുന്നിൽ മൈനസ് കേട്ടോ. അടുത്ത എന്താണ് വീണ്ടും പ്ലസ്, ഇങ്ങനെ പോവും. പക്ഷെ ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ അവസാനത്തെ മൈനസ് വരികയാണെങ്കിൽ അവസാനത്തെ മൈനസ് ഇടരുത്. പ്ലസ് മൈനസ് എ റൈസ് ടു n കേട്ടോ. പ്ലസ് ഇപ്പോൾ ഇതിലാണെങ്കിൽ മൈനസ് 1/x² റൈസ് ടു n. ഓക്കെ. ആ കാര്യം ഓർമ്മ വേണം. അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് എഴുതി നോക്കാം. ഇവിടെ ഓരോന്ന് കമ്പയർ ചെയ്യാം. എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇതാണ് ജനറൽ ഇക്വേഷൻ. എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്, എക്സ് ക്യൂബ്. എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് ചെയ്തിട്ട് എക്സിൻ്റെ സ്ഥാനത്താണ് എക്സ് ക്യൂബ് കിടക്കുന്നത് കേട്ടോ. എയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്, 1/x² ആണ് അല്ലേ. എന്നിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്, n ഈക്വൽ ടു 5 ആണ്. n ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, എഴുതി നോക്കാം. എക്സ് റൈസ് ടു n ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഏതാ വെച്ചാൽ കൊടുക്കണം, എക്സ് ക്യൂബ് റൈസ് ടു 5. ഓക്കെ. ഇനി ആദ്യ ടേം പ്ലസ് വന്നു, അടുത്തത് മൈനസ് കേട്ടോ. മൈനസ് NC1 5C1 ഇൻറ്റു ഓക്കെ എക്സ് ക്യൂബ് റൈസ് ടു 5 - 1 ഇൻറ്റു 1/x² റൈസ് ടു 1. ഓക്കെ. അടുത്തത് പ്ലസ് 5C2 ഇൻറ്റു എക്സ് ക്യൂബ് റൈസ് ടു, ഇതിങ്ങനെ കുറച്ച് പോയാൽ മതി. 5 - 2, ഇവിടെ 5 - 2 വരും. അടുത്ത ഇവിടെ ഒരെണ്ണം കൂട്ടുക, 1/x² സ്ക്വയർ കേട്ടോ. അടുത്തത് എന്താ വരിക, പ്ലസ് 5 ഇത് പ്ലസ് മൈനസ് പ്ലസ്, അടുത്തത് എന്താണ് മൈനസ്. ഈ കാര്യം മാത്രം ഇതിലോ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മൈനസ് 5C3 ഓക്കെ എക്സ് ക്യൂബ് റൈസ് ടു 5 - 3 ഇൻറ്റു 1/x² റൈസ് ടു 3. ഓക്കെ. അടുത്തത് ടേം പ്ലസ് 5C4 ഓക്കെ 5C4 എക്സ് ക്യൂബ് റൈസ് ടു 5 - 4 ഇൻറ്റു എന്താണ് 1/x² റൈസ് ടു 4. ഓക്കെ. അടുത്തത് നോക്കപ്പോൾ എത്ര ടേമായി, മൊത്തം 5 ടേമായി അല്ലേ. 5 ടേം, ഇത് 1 2 3 4 5. അപ്പോൾ ഇതിലെന്താണ് പവർ 5 ആയതുകൊണ്ട് മൊത്തം 6 ടേം ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം എപ്പോഴും അവസാനത്തെ ടേം എന്തായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയത് പ്ലസ് കഴിഞ്ഞ അടുത്ത ടേം എന്താണ്, സ്വാഭാവികമായിട്ട് മൈനസ് ആണ് വരേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ഇങ്ങനെ പോകുമ്പോൾ അവസാനത്തതിന് മുന്നിൽ എത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കണം. അവസാനത്തെ ടേം എപ്പോഴും എന്ത് ചെയ്യുക, പ്ലസ് ഇടണം. പ്ലസ് മൈനസ് എ കേട്ടോ. മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ് 1/x² റൈസ് ടു n എന്താ 5. ഓക്കെ. ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പും കൂടി എഴുതി കഴിഞ്ഞാൽ ആൻസർ, ഒരു സ്റ്റെപ്പിൻ്റെ മിക്കവാറും ആൻസറിലെത്തും. ഇനി നോക്കുക, നിങ്ങൾ എക്സിൻ്റെ പവർ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് രണ്ടും ഗുണിച്ച് എഴുതാം. ഓക്കെ. എക്സ് റൈസ് ടു m ഓൾ റൈസ് ടു n ആണ്, എക്സ് റൈസ് ടു mn ആണ്. ഓക്കെ. അപ്പോൾ അതെന്താണ് 3 × 5 എക്സ് റൈസ് ടു 15 എന്ന് കിട്ടും. ഓക്കെ. ഇതിനൊന്നും ചെയ്യാല്ല, ആ ടൈം അങ്ങനെയോ. ഇനി 5C1 നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ 5 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ -5 എക്സ് റൈസ്, ഇവിടെ നമുക്ക് 5 എന്ന് 1 ഉറച്ചാൽ എന്താണ് 4 × 3 എക്സ് റൈസ് ടു 12 ഇൻറ്റു 1/x². കാരണം എന്താ, പവർ 1 ആണ്. അപ്പോൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. പ്ലസ് 5C2 എന്ന് പറഞ്ഞാൽ 10 ആണ്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചറിയാം 10. ഇവിടെ നോക്ക് 5 - 2 പറഞ്ഞാൽ 3. ഓക്കെ. 3 × 3 എന്ത് കിട്ടും, എക്സ് റൈസ് ടു 9 ഇൻറ്റു
1/x² സ്ക്വയർ. അപ്പോൾ എന്താ ചെയ്യുക, 1ന് സ്ക്വയർ എടുക്കണം, x² എടുക്കണം. 1ൻ്റെത് എപ്പോഴും 1 ആയതുകൊണ്ട് അതങ്ങനെ തന്നെയാണ്. x² സ്ക്വയർ എന്തരും 1/x⁴ എന്ന് വരും കേട്ടോ. 1 അതായത് ഇങ്ങനെ കുടിക്കുക, ജസ്റ്റ് 2 × 2 മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അടുത്ത എന്താണുള്ളത്, -5c3. 5c3യുടെ വിലയും 5c2ൻ്റെ വിലയും സെയിം ആയിരിക്കും. 5c2ൻ്റെ വില ഇപ്പോൾ നമ്മൾ എഴുതിയതാണ് 10. ഓക്കെ, ഇവിടെ എന്താണ് 5ൽ നിന്ന് 3 കുറച്ചാൽ 2 × 3 x⁻6 ഇൻറ്റു ബാക്കി എന്തരും 1/x² പവർ 3. അപ്പോൾ എന്തരും 1/x⁻6. ഓക്കെ, അടുത്തത് 5c4. ഓക്കെ, 5c4ഉം 5c1ഉം ഈക്വൽ ആയിരിക്കും. 5c1 എന്താണ് 5 ആണ്. അപ്പോൾ 5x⁻, 5 എന്ന് 4 കുറച്ചാൽ 1 × 3 x³ കേട്ടോ. ഇൻറ്റു അവിടെ നോക്ക് 1/x²⁴ ആണ്. അപ്പോൾ എന്താണ് x²ൻ്റെ 2 × 4 8 എന്ന് കിട്ടും. 1/x⁸. ഓക്കെ, ഇനി നോക്ക്, ഇനി ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്പറിൻ്റെ ഈ ലാസ്റ്റ് ടേമിൻ്റെ അപ്പം ഇങ്ങനെ നെഗറ്റീവ് വരുമ്പോൾ ഇവിടെ മൈനസ് ഉണ്ടാവും, ഞാൻ പറഞ്ഞു അല്ലേ, മൈനസ് ഉണ്ടാവും. ഇനി ഈ പവർ ഓടാണോ ഈവണാണോ നോക്കുക. ഓക്കെ, ഈവണ് ഇതിപ്പോൾ ഓടാണ്, 3, 5, 7 അങ്ങനത്തെ നമ്പേഴ്സാണ് വരുന്നെങ്കിൽ ഇവിടെ എന്താണ് ഈ ടേം മൈനസായി മാറും. ഓക്കെ, ഇനി ഈവൺ ആണെങ്കിൽ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല, പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ 5 വന്നതുകൊണ്ട് നമ്മുടെ അവസാന ടേം എന്തായിരിക്കും, മൈനസ് എന്താണ് 1/x⁻10 ആയിരിക്കും. 2 × 5 10 കേട്ടോ. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഫൈനൽ ആൻസറായി. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യണം ജസ്റ്റ് നോക്കാം. ഓരോന്നെടുത്ത് വെട്ടാനുള്ള എക്സൊക്കെ ഒന്ന് വെട്ടാനുള്ളതൊന്ന് വെട്ടി ഒഴിവാക്കിയാൽ മതി. അപ്പോൾ x⁵ അങ്ങനെ തന്നെ ചെയ്യാം, അതിനി ഒന്നും ചെയ്യാൻ പോണ്ട. മൈനസ് ഇവിടെ നോക്ക് 5ൻ്റെ ഇവിടെ x⁻12 ഉണ്ട്, x² ഉണ്ട്. അപ്പോൾ ഇത് വെട്ടുമ്പോൾ അവിടെ എന്തരും, ഇവിടുന്ന് 12ന്ന് 2 പോയാൽ ബാക്കിയുടെ 10 അല്ലേ. -5x⁻10. ഓക്കെ, അടുത്തത് 10x⁻9ഉം 4ഉം വെട്ടുമ്പോൾ ഇവിടെ ബാക്കി കൂടുതലുള്ളിടത്താണ് ബാക്കി ഉണ്ടാവും കേട്ടോ, x⁻5 വരും. അപ്പോൾ എന്താണ് 10x⁻5. ഓക്കെ, ഇനി x⁻6 x⁻6ഉം പോയി, ബാക്കി അവിടെ 1 ആയി. അപ്പോൾ -10. ഓക്കെ, പിന്നെ ഈ ടേമിൽ ഇനി x³ x⁻8, ഇവിടെയാണ് x കൂടുതൽ കേട്ടോ. അപ്പോൾ ഇവിടെ 3 പോയി കഴിഞ്ഞാൽ ബാക്കി 5 പ്ലസ് 5/x⁵5 കേട്ടോ. അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 5 × 1/x⁵5 എന്ന് എഴുതാം. ഓക്കെ, മൈനസ് 1/x⁻10. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ കേട്ടോ. വേറെ ഒന്നും ഇനി ചെയ്യാൻ പോകണം, ഇനി ഗുണിക്കാനോ അതിൻ്റെ പവറാണോ ഒന്നിനും ഇനി പോകണ്ട, ക്രോസ് മൾട്ടിപ്ലൈന് ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. x⁻15 -5x⁻10 പ്ലസ് 10x⁻5 -10 പ്ലസ് 5/x⁻5 മൈനസ് 1/x⁻10. ഓക്കെ, അപ്പോൾ ഇതാണ് പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും വളരെ സിമ്പിളാണ്. നമ്മൾ എക്സ്പാൻഷൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് r+1th ടേം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇതിൽ. r+1th ടേം, ആ ഇക്വേഷൻ വെച്ചിട്ട് 4 പ്രോബ്ലമാണ് വരിക. ഇതിലിപ്പോൾ 2 ആണ് ഇപ്പോൾ മോർണിംഗ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്, അടുത്തത് ആഫ്റ്റർനൂൺ സെക്ഷനിലാണ് ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ആ 2 നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് x⁻32 in the expansion x⁴ minus 1/x³ all raised to 15 കേട്ടോ. അപ്പോൾ നിങ്ങൾ r+1th ടേമിൻ്റെ ഇക്വേഷനാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. r+1th ടേം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 10ാമത്തെ ടേം കാണണമെങ്കിൽ 6 എന്ന് പറഞ്ഞാൽ r+1 ആണ് 10 ഇട്ടുണ്ട്, അപ്പോൾ 6ന് 9 കൊടുത്താൽ മതി. ഓക്കെ, 20ാമത്തെ ടേം ആണെങ്കിൽ ഇതിന് 19 കൊടുത്താൽ മതി. 19 + 1 20 കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതാണ് ഈ 6 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ എഴുതണയിൽ നോക്ക്, നിങ്ങൾ 2ാമത്തെ ടേമിലാണ് NC1 വരുന്നത് അല്ലേ, 3ാമത്തെ ടേമിലാണ് NC2 വരുന്നത്. അപ്പോൾ അതായത് r+1th ടേം എടുക്കുമ്പോൾ ശരിക്കും അവിടെ എന്താണ് കറക്റ്റ് അത് വരുന്നുള്ളൂ, NCR എന്നുള്ളത്. അപ്പോൾ അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നോക്കാം, r+1th ടേം കാണണം എങ്ങനെ നോക്കാം. r+1th ടേം
ഇതിന് പ്ലസ് ആകുമ്പോൾ മൈനസ് നമ്മൾ ചെറിയൊരു മാറ്റമുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കുക. ആർ പ്ലസ് 1th ടേം പറഞ്ഞാൽ എൻ സി ആർ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു എ റൈസ് ടു ആർ കേട്ടോ. ഇത് ഏതിനാണ്? ഫോർ ഇത് ആർ പ്ലസ് 1th ടേം പറഞ്ഞാൽ എൻ സി ആർ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു എ റൈസ് ടു ആർ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച എക്സ് പ്ലസ് എ ഓൾ റൈസ് ടു എൻ, ഇവിടെ പ്ലസ് വരുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുക. ഇനി ഇതിന് മൈനസ് വരുമ്പോൾ എക്സ് മൈനസ് എ ഓൾ റൈസ് ടു എന്നിൻ്റെ എക്സ്പാൻഷൻ അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി അതിന് നെഗറ്റീവ് ആണ് വരണമെങ്കിൽ അതിൻ്റെ ആർ പ്ലസ് 1th ടേമിൻ്റെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതിതാണ് -1 റൈസ് ടു ആർ എന്നുണ്ടാവും മുന്നിൽ കേട്ടോ. -1 റൈസ് ടു ആറ്, -1 റൈസ് ടു ആറ്. ബാക്കിയെല്ലാം അത് തന്നെയാണ്. എൻ സി ആർ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു എ റൈസ് ടു ആർ. ഓക്കെ, എൻ സി ആർ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു എ റൈസ് ടു ആർ ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഏതാണ് ആർ പ്ലസ് 1th ടേം നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ ഒരു -1 റൈസ് ടു ആർ ഉണ്ടാവും. ഓക്കെ, മറ്റേനെന്താണ് ഇത്? ബാക്കിയെല്ലാം ഇത് തന്നെയാണ് സംഭവം. എൻ സി ആർ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു എ റൈസ് ടു ആർ. ഇപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് ഇവിടെ നെഗറ്റീവാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതാണ് നമ്മുടെ ഇക്വേഷൻ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എപ്പോഴും ഇക്വേഷനൊക്കെ ഒന്ന് എടുത്ത് ചെയ്താൽ -1 റൈസ് ടു ആർ ഇൻറ്റു എൻ സി ആർ എക്സ് റൈസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു എ റൈസ് ടു ആർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? എക്സ് മൈനസ് എ റൈസ് ടു എന്നുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. എൻ പറഞ്ഞാൽ ഇവിടെ എന്താണ്? 15 ഇതാണ് എൻ, മോള് കിടക്കുന്നതാണ് എൻ. ഇനി എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു അല്ല, എക്സിൻ്റെ സ്ഥാനത്തിട്ട് അങ്ങനെ ആരോട്ട് എഴുതിയാൽ മതി. എക്സ് റൈസ് ടു 4 ആണ്. ഓക്കെ, ഇനി എയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 1/x³ ആണ്. ഓക്കെ, 1/x³. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമുക്ക് ഈ കോയിഫിഷ്യൻ്റ് കാണുമ്പോഴും കോൺസ്റ്റൻ്റ് ടേം കാണുമ്പോഴും, അതായത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറയും, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടേം പറയും. അതേപോലെ ഈ കോയിഫിഷ്യൻ്റ് എന്ന് കാണുമ്പോഴും നമ്മൾ ഈ എക്സിനായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുക, എക്സിൻ്റെ പവറുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് 6 കിട്ടില്ല. ഓക്കെ, ഈ ആർ പ്ലസ് 1th ടേമിൽ 2 ക്വസ്റ്റ്യനിൽ 6 നമുക്ക് നേരെ ചോദ്യത്തിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 10th ടേം കാണാൻ 6 നമുക്ക് 9 എടുക്കാം. ഓക്കെ, അതല്ലേ മിഡിൽ ടേം പറയുമ്പോൾ മിഡിൽ ടേം എങ്ങനെ എടുക്കണമെന്നൊക്കെ ഉണ്ട്, ഉച്ചക്കത്തെ സെക്ഷന് പറയും. അപ്പോൾ എന്ത് ചെയ്യുക? മിഡിൽ ടേം കാണുമ്പോൾ അപ്പോഴും നമുക്ക് 6 നേരിട്ട് കിട്ടും. ഏതാണ് മിഡിൽ വരിക എന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് 6 അവിടെ തന്നെ കിട്ടും. ഇനി ഈ കോൺസ്റ്റന്റ് ടേമിനും കോയിഫിഷ്യനും കാണുമ്പോൾ 6 നമുക്ക് കിട്ടില്ല. ആദ്യം നമ്മൾ കാണേണ്ടത് 6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്ക്, ജസ്റ്റ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇതേ രൂപത്തിൽ എഴുതണം. -1 റൈസ് ടു ആറ്. 6 നമുക്കറിയില്ല, 6 അവിടെ കിടക്കട്ടെ. എൻ സി ആർ, എൻ പറഞ്ഞാൽ 15 സി 6 അതുപോലെ തന്നെ എഴുതി കേട്ടോ. ഇതിൻ്റെ ഒരുമിച്ച് ചെയ്തിട്ട് കുറച്ച് താഴ്ത്തി എഴുതണം. എക്സ് റൈസ് ടു എൻ മൈനസ് ആർ, എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? എക്സ് റൈസ് ടു 4 റൈസ് ടു എൻ മൈനസ് ആറ്, 15 - 6. ഓക്കെ, ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/x³ ആണ്. 1/x³ റൈസ് ടു എന്താണ് വരുന്നത്? 6. ഓക്കെ, ഇനി ഇതിൽ ചെയ്യാനുള്ള വേറെ അതൊന്നുമില്ല. -1 റൈസ് ടു 6, 15 CR, ഇതൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ കടന്നോട്ടെ. ഇനി ഇവിടെ എക്സിൻ്റെ ഇതിലേക്കാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്യാൻ പോണത്. ഇവിടെ നോക്ക്, നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗുണിച്ച പോലെ ഈ 4 ആയിട്ട് ഇതിനെയും ഗുണിക്കണം, ഈ 4 കൊണ്ട് ഈ 6നെയും ഗുണിക്കണം. അപ്പോൾ എന്തോരും? എക്സ് റൈസ് ടു 4 × 15 60 മൈനസ് 4 × 6 4 അല്ലേ. ഇത് പ്ലസ്സും ഇത് മൈനസും ആണ്. പ്ലസ്സും മൈനസും ഗുണിച്ചാൽ നെഗറ്റീവ്, -4 6 എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു ഇനി ഇവിടെ 1 റൈസ് ടു 6 പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. 1ൻ്റെ പവർ എന്താണ്? ഇവിടെ -1 റൈസ് ടു 6 മാറ്റുണ്ട്, +1ൻ്റെ പവർ എന്താണ്? അത് തന്നെയാണ് വരിക. അപ്പോൾ 1 റൈസ് ടു 6 വേണമെങ്കിൽ 1 എന്ന് ഇടാം. ഡിവൈഡഡ് ബൈ എന്തരും? എക്സ് റൈസ് ടു, ഇത് രണ്ടും ഗുണിക്കാം നേരത്തെ ചെയ്ത അതേപോലെ, എക്സ് റൈസ് ടു 3R. ഓക്കെ, എക്സ് റൈസ് ടു 3R. ഇനി എന്താ ചെയ്യുക? ഇവിടെ ഉള്ള എക്സിൻ്റെ ഒരു കോയിഫിഷ്യൻ്റ് ഉള്ള ഈ ടേം, എക്സിൻ്റെ പവറുള്ള ഈ ടേമിനെ ഇങ്ങോട്ട് മോളിൽ കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് ആവും. അത് ഓർത്ത് വെക്കണം. ഇവിടെ നെഗറ്റീവ് ഉള്ള മോൾക്ക് വരുമ്പോൾ പ്ലസ് ആവും, പ്ലസ് ഉള്ള വരുമ്പോൾ നേരെ തിരിഞ്ഞ് നെഗറ്റീവ് ആവും. അപ്പോൾ ഇതിവിടെ +3R ആണ്. അവിടെ വരുമ്പോൾ എക്സ് റൈസ് ടു -3R ആവും കേട്ടോ. അപ്പോൾ ബാക്കി എഴുതി നോക്കാം. -1 റൈസ് ടു 6, 15 CR, ഇത് ഇതുപോലെ തന്നെ നിന്നോട്ടെ. ഇതിലെ നമുക്ക് അവസാനം 6 കിട്ടിയത് കൊടുക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് റൈസ് ടു 60 - 4R ഇൻറ്റു ഇതിനങ്ങോട്ട് മോൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു -3R എന്ന് വരും കേട്ടോ. ഇത് 1/x റൈസ് ടു 3R. അപ്പോൾ എക്സ് റൈസ് ടു -3R എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ എക്സിൻ്റെ ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ ഈ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യാറ്.
ഓക്കെ. അപ്പോൾ എക്സ് റൈസ് ടു ഇവിടെ ഈ സംഭവം ഉണ്ട് കേട്ടോ, -1 റൈസ് ടു 6 ഇതിങ്ങനെ എഴുതി പോയാൽ മതി 15 CR ഇൻറ്റു എക്സ് റൈസ് ടു 60 -4R -3R ഒരേ ചിഹ്നങ്ങളാകുമ്പോൾ കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇടുക. അപ്പോൾ -7R എന്ന് വരും. ഓക്കെ. ഇനി നമ്മൾ ഈ എക്സിൻ്റെ പവർ കിട്ടിയ എല്ലാം എക്സിൻ്റെ പവറൊക്കെ ഒരുമിച്ച് കൊണ്ടുവരണം. അതിന് ശേഷം ചെയ്യാവൂ. എക്സിൻ്റെ സംഭവങ്ങൾ പവറെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഏതാണോ പറഞ്ഞത് അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് റൈസ് ടു 32 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് റൈസ് ടു 60 - 7R എന്നുള്ളതിന് എന്ത് ചെയ്യുന്നു, എക്സ് റൈസ് ടു 32 ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ എന്താണ്, ഇത് ഈക്വൽ ടു ഇതാവണ്ടേ. അപ്പോൾ നമ്മൾ അത് എടുത്ത് എഴുതുന്നു 60 - 7R = 32. ഓക്കെ. ഇനി എന്ത് ചെയ്യുന്നു, ഈ -7R അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്താവും, +7R ആവും അല്ലേ. ഒരു നെഗറ്റീവ് ഉള്ളത് ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. ഈ 32നെ ഇങ്ങോട്ടും കൊണ്ടുവരണം. അപ്പോൾ 60 - 32 = 7R എന്ന് കിട്ടും. ഓക്കെ. അതായത് 16 32 വരുമ്പോൾ 28 = 7R. ഓക്കെ. 7R 28 ആണെങ്കിൽ R = എന്ത് കിട്ടും, R = 28/7 എന്ത് കിട്ടുക, 4 എന്ന് കിട്ടും. ഓക്കെ. 4 എന്ന് കിട്ടും. ഇനി നമ്മൾ ആൻസർ എന്താണ്, ഇനി നമുക്ക് എക്സ് റൈസ് ടു കോയിഫിഷ്യൻ്റ് കണ്ട്, കോയിഫിഷ്യൻ്റ് പറഞ്ഞാൽ എക്സ് റൈസ് ടു 32ൻ്റെ കൂടെയുള്ള, ഇനി 6 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 32 എന്ന് കിട്ടും. 6 ഇവിടെ കൊടുത്താൽ 32 എന്ന് കിട്ടും. ഇനി അതല്ല, ഇനി ഇതിലേക്ക് ഒന്നും കൊടുക്കാൻ പോകണ്ട, ബാക്കിയുള്ള എക്സ് ഇല്ലാത്ത ടേമില്ലേ അതിൽ 6ൻ്റെ വില കൊടുത്താൽ നമ്മൾ ഉത്തരമായി. അപ്പോൾ നമ്മൾ ഉത്തരം എന്താ, -1 റൈസ് ടു 6 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ. 15C4 എന്ന് കിട്ടും. ഓക്കെ. അതായത് നെഗറ്റീവ് ഉള്ള ഒരു സംഖ്യയുടെ പവർ ഈവൺ ആണ് വരുന്നെങ്കിൽ എന്താവും, ഇങ്ങനെ ഇട്ടാലും ആൻസർ തന്നെയാണ്, കറക്റ്റ് ആണ്. ഒന്നും കൂടി നന്നാക്കി എഴുതുമ്പോൾ എന്താ ചെയ്യാം, ഈ നെഗറ്റീവ് ഉള്ളതിൻ്റെ പവർ ഈവൺ ആണ് വരുന്നെങ്കിൽ പ്ലസ് ആയിരിക്കും. അപ്പോൾ എന്താണ്, +1 എന്ന് വരും. അതായത് 15C4 എന്ന് ആൻസർ. ഫൈനൽ ആൻസർ 15C4 എന്ന് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് ഇതേപോലെ പഠിക്കാനുള്ള വേറൊരു സംഭവമാണ്, ഫൈൻഡ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടേം പറഞ്ഞിട്ട് വരും. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. കോൺസ്റ്റന്റ് ടേം അല്ലെങ്കിൽ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, ഇത് രണ്ടും ഒന്നാണെന്ന് ആദ്യം ഓർത്ത് വെക്കുക. ഏത് നമ്മൾ മാട്രിക്സിൽ പഠിക്കുന്ന ക്രാമേഴ്സ് റൂൾ പറഞ്ഞാലും ഡിറ്റർമിനൻ്റ് മെത്തേഡ് പറഞ്ഞാലും ഒന്നാണെന്ന് പറഞ്ഞിരുന്ന പോലെ ഈ കോൺസ്റ്റന്റ് ടേം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ് ഇല്ലാത്ത ടേം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, find the term independent of x, independent of x. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ കോൺസ്റ്റന്റ് ടേം ബ്രാക്കറ്റ് തരും, അല്ലെങ്കിൽ ഒറ്റ ടേം ഉണ്ടാവുള്ളൂ കേട്ടോ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഫൈൻഡ് കോൺസ്റ്റന്റ് ടേം തരും. അപ്പോൾ രണ്ടും ഒന്നാണ് നിങ്ങൾ ഓർത്ത് വെക്കുക. കോൺസ്റ്റന്റ് ടേം ഇൻ 3x സ്ക്വയർ മൈനസ് 1/2x³ ഓൾ റൈസ് ടു 10 കേട്ടോ, ഇങ്ങനെ തന്നിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്ന് കമ്പയർ ചെയ്യുക. n എന്ന് പറഞ്ഞാൽ എന്താ, n = n നമുക്ക് വേണമെങ്കിൽ ഈക്വൽ ടു എന്നിട്ട് തന്നെ എഴുതാം. ഓക്കെ. എന്നിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്, 10, അല്ലെങ്കിൽ ഈക്വൽ ടു ആരും എന്ത് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ അവിടെ ഉള്ളത്, 3x² കേട്ടോ. ഓക്കെ. 3x² ആണ്. എയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്, 1/2x³ അല്ലേ. നമ്മൾ r+1th ടേം ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇക്വേഷൻ എന്താ വരിക, r+1th ടേം തന്നെയാണ് കേട്ടോ അതിന് യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് ടേമിന് കാണാനും എക്സ് റൈസ് ടു ഏതെങ്കിലും കോയിഫിഷ്യന്റ് കാണാൻ, ഇപ്പോൾ ചെയ്ത 32 പോലെ ഏതെങ്കിലും കാണാനാണെങ്കിലും നമ്മൾ എന്താണ് r+1th ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എന്താണ്, r+1th ടേം = -1 റൈസ് ടു r x റൈസ് ടു n - r ഇൻറ്റു a റൈസ് ടു r കേട്ടോ. ഓക്കെ. സോറി, NCR ഇൻറ്റു x റൈസ് ടു n - r ഇൻറ്റു a റൈസ് ടു r. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി നോക്കാം. ഇവിടെ ഇപ്പോൾ -1 റൈസ് ടു r, ഇവിടെ നമ്മൾ ആറാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ആറാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. -1 റൈസ് ടു r ഇൻറ്റു n എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ്, 10CR ഇൻറ്റു എക്സ് റൈസ് ടു n - 1. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്, 3x² റൈസ് ടു n - r, അതായത് 10 - r ഇൻറ്റു എയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്, 1/2x³ റൈസ് ടു എന്താണ് 6. ഓക്കെ.
ജസ്റ്റ് ഇത് കൊടുക്കണമെന്ന് മനസ്സിലായാൽ തന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു -1 റൈസ് ടു, ഇനി നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് കൊണ്ടുവരിക. കോൺസ്റ്റൻറ്റ് ടേം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് പറഞ്ഞാൽ എക്സ് റൈസ് ടു 0 എന്ന് കൊടുക്കുക. ഇതിൽ കോയിഫിഷ്യൻറ്റ് തരില്ല. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ് റൈസ് ടു 0 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് തരില്ല എന്നുള്ളൂ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുമ്പോൾ ഓർമ്മ വരേണ്ടത് എക്സ് റൈസ് ടു 0 ആണെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. മറ്റേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യുക. ഇൻറ്റു 10 CR. ഇനി ഈ പവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ടേമിനുള്ളതാണ് കേട്ടോ, അത് വിട്ടു പോകരുത്. ഇവിടെ 3x² എന്ന് പറഞ്ഞാൽ 3 റൈസ് ടു 10 - 6, 3ക്കും കൊടുക്കണം ഇൻറ്റു എക്സ് റൈസ് ടു, ഇവിടെ എന്താ ചെയ്യുക? അത് 2 ഗുണിക്കാം. ഈ 2 ഇതിന് 2നെ ഗുണിക്കാം. 2 ഇൻറ്റു 10 20 മൈനസ് 2 ഇൻറ്റു 6 2R ഇൻറ്റു ഇവിടെ 1 റൈസ് ടു 6 കൊടുക്കുന്ന നിർബന്ധമില്ല, ഡിവൈഡഡ് ബൈ ഇവിടെ അതേപോലെ തന്നെ 2 റൈസ് ടു 6 കൊടുക്കണം. 2ക്ക് കൊടുക്കണം കേട്ടോ, ഈ എക്സ് ക്യൂബിന് മാത്രം കൊടുക്കരുത്. ഇൻറ്റു എക്സ് റൈസ് ടു 3R. ഓക്കെ, ഇനി നമുക്ക് ആവശ്യം എന്താണ്? ഈ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ മാത്രമേ ആവശ്യമുള്ളൂ ഇപ്പോൾ തൽക്കാലം. അത് കൊണ്ട് എടുക്കാം. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ എഴുതി പോകാം. -1 റൈസ് ടു 6 ഇൻറ്റു 10 CR ഇൻറ്റു 3 റൈസ് ടു 10 - 6 ഇൻറ്റു ഇവിടെ ഒരു 1/2 റൈസ് ടു 6 ഉണ്ടല്ലോ, അതിനെ ഇങ്ങോട്ട് മാറ്റി നിർത്താം. 1/2 റൈസ് ടു 6. ഓക്കെ, ബാക്കിയുള്ള ഇതിനെന്ത് ചെയ്യാം? എക്സ് റൈസ് ടു 20 - 2R ഇൻറ്റു എക്സ് റൈസ് ടു -3R കേട്ടോ. ഇത് മേലെ കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ എന്താ ചെയ്യുക? ഇനി എക്സിൻ്റെ കോയിഫിഷ്യൻറ്റുകളോട് മാറ്റി ചെയ്താൽ എക്സ് റൈസ് ടു 20 മൈനസ് നോക്ക് -2R -3R ചെയ്യുമ്പോൾ -5R ഈക്വൽ ടു ഇവിടെ നോക്കുക. നേരത്തെ എക്സ് റൈസ് ടു 32 പറയുമ്പോൾ നമ്മൾ 32നെ എക്സ് റൈസ് ടു 32 ആയിട്ട് ഇക്വേറ്റ് ചെയ്തതിന് കോൺസ്റ്റൻറ്റ് ടേം വരുമ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക എക്സ് റൈസ് ടു 0 കേട്ടോ, എക്സ് റൈസ് ടു 0. അപ്പോൾ ഇത് സമം 0 എന്ന് കൊടുത്ത് R കണ്ടുപിടിക്കുക. 20 - 5R ഈക്വൽ ടു 0. 5R ഈക്വൽ ടു ഈ 5Rനാണ് കൊണ്ടുപോയാൽ +5R ആവും. ഈക്വൽ ടു 20 ഈക്വൽ ടു +5R അല്ലെങ്കിൽ 5R ഈക്വൽ ടു 20. അതിന് 6 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 20/5 കേട്ടോ. എത്ര? 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളോട് കോയിഫിഷ്യൻ്റ് ഓഫ് അല്ല ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് ഇല്ലാത്ത ടേം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൽ ഈ എക്സിൻ്റെ ഭാഗമായിരിക്കും, ബാക്കി എല്ലാത്തിനും എന്ത് ചെയ്യുക? R വില കൊടുക്കുക. അപ്പോൾ എന്താ നമ്മൾ ഉത്തരം കിട്ടുക? -1 റൈസ് ടു 4 10 C4 R ഉള്ളിടത്തൊക്കെ 4 കൊടുക്കട്ടെ. 4 കിട്ടിയില്ലേ? 4 ഇൻറ്റു 3 റൈസ് ടു 10 - 4 എന്ത് കിട്ടും? 6 ഇൻറ്റു 1/2 റൈസ് ടു 4. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ വെക്ടറിൽ ബൈനോമിയൽ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഇത് മാത്രമല്ല, ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് ആഫ്റ്റർനൂൺ സെക്ഷനിൽ ചെയ്യും. ഇനി നമുക്ക് മാട്രിക്സിൽ നിന്ന് 1-2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതും ജസ്റ്റ് ചെയ്യാം. അതിന് ശേഷം ഈ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഒന്ന് നോക്കാം. മാട്രിക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മാട്രിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. വളരെ സിമ്പിളാണ്, പക്ഷെ പല കുട്ടികൾക്കും ഇത് എഴുതാൻ അറിയില്ല. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണാറുണ്ട്: എക്സ്പ്രസ് ദ മാട്രിക്സ് ഒരു മാട്രിക്സ് തരും. ഓക്കെ, മാട്രിക്സ് തരും എ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു മാട്രിക്സ് തരും. ഇപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ചു കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 1 4 5 പിന്നെ 2 2 3 3 1 0. ഓക്കെ, ആസ് ദ സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മാട്രിക്സ്. സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മാട്രിക്സ്. സ്ക്യൂ സിമ്മട്രിക് മാട്രിക്സ് ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. സിമ്മട്രിക്കിൻ്റെയും സ്ക്യൂ സിമ്മട്രിക്കിൻ്റെയും സമ്മായിട്ട് ചെയ്ത്. അപ്പോൾ സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക്കും അതിൻ്റെ വേറൊരു ടൈപ്പ് പ്രോബ്ലമൊക്കെ ഉച്ചയ്ക്ക് ചെയ്യുന്നുണ്ട്. സിമ്മട്രിക് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഒരു മാട്രിക്സ് എടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടുകയാണെങ്കിൽ, ട്രാൻസ്പോസ് പറഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്ന മാട്രിക്സിൻ്റെ റോ പിടിച്ചിട്ട് കോളാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് കോളം മാറിയിട്ട് റോയും ആയിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഈ 1 4 5 ഇങ്ങനെ ഇതിന് 1 4 5 ആദ്യത്തെ എഴുതും. പിന്നെ 2 2 3 എന്നുള്ളത് 2 2 3 എന്ന് എഴുതും. 3 1 0 എന്ന് പറഞ്ഞാൽ ഇത് എഴുതും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. എ ബി ആറിന് 2 സിമ്പിൾ മാട്രിക്സ് തന്നിട്ട് എന്ത് ചെയ്യും? A+B ട്രാൻസ്പോസ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുക എന്ന് പറയുമ്പോൾ മാട്രിക്സിൻ്റെ അഡീഷന് എന്താ ഒരേ സ്ഥാനത്തുള്ളത് തമ്മിലാണ് ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അഡീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് 1 2 3 4 ഇത് എ, ഇത് ബി എന്ന് പറഞ്ഞിട്ടൊരു മാട്രിക്സ് ഉണ്ട് 3 1 5 6.
ഇങ്ങനെ ഉണ്ട്. ഇനി നമ്മളോട് കാണാൻ പറയുന്നത് A+B ട്രാൻസ്പോസ് ആണെന്ന് വെച്ചു. ഇങ്ങനെയാണ് കാണാൻ പറഞ്ഞതെന്ന് വെച്ചോ. അപ്പം എന്താ ഒരേ സ്ഥാനത്തുള്ള നമ്പേഴ്സ് തമ്മിലാണ് ആഡ് ചെയ്യുക. 1 3 കൂട്ടുക 4. ഓക്കെ. എന്നിട്ട് അപ്പോൾ ഇത് കിട്ടുന്നത് A+B ആണ്. ഇത് കിട്ടുന്ന 1 3 കൂട്ടിയാൽ 4, 2 1 കൂട്ടിയാൽ 3, ഇവിടെ 3 5 കൂട്ടിയാൽ 8, ഇവിടെ 4 6 കൂട്ടിയാൽ 10. ഇത് A+B ആണ്. നമ്മളോട് ചോദിക്കുക ചിലപ്പോൾ A+B ട്രാൻസ്പോസ് ആയിരിക്കും. A+B ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റോനെ മാറ്റി കോളാക്കുക, അല്ലെങ്കിൽ കോള മാറ്റി റോക്കുക. അപ്പോൾ ഒന്ന് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റോ മാറിക്കോളും. ഇപ്പോൾ ഞാൻ ഈ 4 3 എന്നുള്ള റോ മാറ്റിയിട്ട് എന്താ ഇതിൻ്റെ ട്രാൻസ്പോസ് പറഞ്ഞാൽ ഇതാണ്. 4 3 ഇങ്ങനെ എഴുതിയപ്പോൾ എന്താ കോളാക്കിയത്. ഇങ്ങനെയുള്ളതാണ് കോളം, ഇങ്ങനെയുള്ളതാണ് റോ കേട്ടോ. അപ്പോൾ 4 3 എന്ന് എഴുതി. അതേപോലെ 8 10 ഉള്ളത് 8 10. ഓക്കെ, ഇതാണ് ഇപ്പോൾ അതിൻ്റെ ആൻസർ A+B ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഈ ചെയ്ത അതേ സാധനം തന്നെ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ A+Bൻ്റെ ട്രാൻസ്പോസ് എടുത്തപ്പോഴോ A+B രണ്ടും ഒന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ അതിനാണ് സിമ്മട്രിക് അറിയാം. ഓക്കെ, ഒന്നിൻ്റെ നെഗറ്റീവാണ് കിട്ടണമെങ്കിൽ, നെഗറ്റീവാണ് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിലോ അതായത് സ്ഥാനത്തുള്ളതൊക്കെ ചിഹ്നം മാറി കിടക്കണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ നെഗറ്റീവാണെന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് സ്ക്യൂ സിമെട്രിക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. സിമെട്രിക്കിൻ്റെയോ സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മാക്കി എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഈ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആദ്യം കാണാം. A ട്രാൻസ്പോസ്. ഓക്കെ, A ട്രാൻസ്പോസ് എന്താ വരിക, അപ്പോൾ അതിൻ്റെ കോളം 1 4 5 എന്നുള്ളത് 1 4 5 കേട്ടോ. 2 2 3 2 2 3 എന്നുള്ളത് കോളാക്കി എഴുതി. 3 1 0. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത് കാണുന്നത് എന്താണ്, A+A ട്രാൻസ്പോസ് കാണും. A+A ട്രാൻസ്പോസ് കാണും. A+A ട്രാൻസ്പോസ് കാണുക പറഞ്ഞാൽ അതാത് സ്ഥാനത്തുള്ളത് തമ്മിൽ കൂട്ടുക കേട്ടോ. അപ്പോൾ 1 1 കൂട്ടുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ നിങ്ങൾ ഇവിടെ അടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ പെട്ടെന്നായിരിക്കും കൂട്ടാൻ. ഇവിടെ 2, ഇവിടെ 6, ഇവിടെ 8, ഇവിടെ 6, ഇവിടെ 2 2 4, ഇവിടെ 3 1 4, പിന്നെന്താണ് ഇവിടെ 5 3 8, ഇവിടെ 3 1 4, ഇവിടെ 0 0 കൂട്ടിയാൽ 0 കേട്ടോ. അപ്പോൾ എന്താണ് A+A ട്രാൻസ്പോസ് 2 6 8 6 4 4 8 4 0. ഓക്കെ, ഇനി ഇതിൻ്റെ ഹാഫ് എടുക്കാം. ഓരോ സ്റ്റെപ്പുകൾ ഓർത്ത് വെക്കുക. A+A ട്രാൻസ്പോസ് കാണും. കാരണം എന്താ പറഞ്ഞത്, ഈ A+A ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് വേറൊരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നിന്ന് അത് കിട്ടുന്നത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകണം. നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഈ പറയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഹാഫ് എടുത്തിട്ട് അതേപോലെ ഇതിൻ്റെ സ്ക്യൂ സിമെട്രിക് A-A ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയാൽ ഈ സാധനം തന്നെ തിരിച്ച് കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് A+A ട്രാൻസ്പോസിൻ്റെ പകുതി എടുക്കുക. ഇതിൻ്റെ പകുതി എടുക്കുക അതിൽ ഓരോ ടേമും പകുതിയാക്കുക. 2ൻ്റെ പകുതി 1, 6ൻ്റെത് 3, 8ൻ്റെത് 4. ഓക്കെ, ഇവിടെ 3 2 2 4 2 0 0/2 പറഞ്ഞാൽ 0. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. ഇനി ഇതേപോലെ നമ്മൾ A-A ട്രാൻസ്പോസ് കാണും. എയിൽ നിന്ന് A ട്രാൻസ്പോസ് കുറക്കുക എന്ന് പറയുമ്പോൾ അതാത് സ്ഥാനത്തുള്ളത് തമ്മിൽ കുറക്കുക കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും, ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ ആൻസർ നേരിട്ട് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും, 0 2 2 അതായത് സ്ഥാനത്തുള്ളത് കുറക്കട്ടോ. എയിൽ നിന്ന് A ട്രാൻസ്പോസ്, ഇതിൽ നിന്ന് ഇത് കുറക്കണം കേട്ടോ. 1 നിന്ന് 1 കുറച്ചാൽ 0, 4 നിന്ന് 2 കുറച്ചാൽ 2, 5 നിന്ന് 3 കുറച്ചാൽ 2 കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് നോക്കുക നിങ്ങൾ. അപ്പോൾ -2 0 2, പിന്നെ -2 -2 0 അങ്ങനെ കിട്ടും. ഓക്കെ, ജസ്റ്റ് നോക്കിയാൽ മതി. അതായത് 1 നിന്ന് 3 കുറച്ചാൽ -2, അങ്ങനെ ഓരോ സ്ഥാനത്തുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ അത് കിട്ടും. ഇനി എന്താ ചെയ്യുക, ഇതിൻ്റെ ഹാഫ് എടുക്കുക. ഹാഫ് ഓഫ് A-A ട്രാൻസ്പോസ്. A-A ട്രാൻസ്പോസ് പറഞ്ഞതാണ്. അതിൻ്റെ ഹാഫ് എടുക്കുക. അതിൻ്റെ ഹാഫ് എടുക്കുക പറയുമ്പോൾ എന്താ ചെയ്യുക, ഓരോ ടേമിനെയും പകുതിയാക്കുക. അപ്പോൾ 0ൻ്റെ പകുതി 0, 2ൻ്റെ 1 1, ബാക്കി വരുന്നത് -1, -2ൻ്റെ പകുതി -1 0 1, ഇവിടെ വരുന്നത് -1 -1 0. ഓക്കെ, ഇനി നമ്മളോട് ഒരു സിമെട്രിക്കിൻ്റെ സ്ക്യൂ സിമെട്രിക്കിൻ്റെ സമ്മാക്കി എഴുതാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഹാഫ് ഓഫ് A+A ട്രാൻസ്പോസും ഓക്കെ ഹാഫ് ഓഫ് A-A ട്രാൻസ്പോസും ചെയ്ത് കഴിഞ്ഞാൽ A എന്ന് കിട്ടണം. A എന്ന് പറഞ്ഞാൽ നമുക്ക് ആ തന്ന മാട്രിക്സ്. അപ്പോൾ ഇതും ഈ മാട്രിക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് കൂട്ടി നോക്കാം. ഇവിടെ 0ഉം 1ഉം കൂട്ടിയാൽ എന്താ കിട്ടുക, A കിട്ടണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 0 1 കൂട്ടിയാൽ എന്ത് കിട്ടും, 1 0 കൂട്ടിയാൽ 1. ഇവിടെ 3 1 കൂട്ടിയാൽ എന്ത് കിട്ടും, 4. ഇവിടെ 4 1 കൂട്ടിയാൽ 5.
ഓക്കെ, ഇവിടെ 3ഉം -1 കൂട്ടിയാൽ 2, ഇവിടെ 2ഉം 0 കൂട്ടിയാൽ 2, 2ഉം 1 കൂട്ടിയാൽ 3, ഇവിടെ 4ഉം -1 കൂട്ടിയാൽ 3, 2ഉം -1 1, ഇവിടെ 0 0 കൂട്ടിയാൽ 0. ഇത് നോക്കൂ, ഈ ചോദ്യത്തിൽ തന്ന ഈ സാധനം തന്നെ തിരിച്ച് കിട്ടി. 1 4 5 2 2 3 3 1 0. അപ്പോൾ ഇത് ഇങ്ങനെയാണ് തെളിയിക്കുന്നത്. അപ്പോൾ എന്താ മെത്തേഡ്? അതിൻ്റെ ട്രാൻസ്പോസ് ആണ്. വളരെ സിമ്പിളാണ്. ഇതിൽ പ്രത്യേകിച്ച് ഗുണിക്കാനൊന്നുമില്ല. സിമ്പിളായിട്ട് 6 മാർക്ക് കിട്ടാം. സിമെട്രിക്കിൻ്റെ സ്ക്യൂ സിമെട്രിക്കിൻ്റെ സമ്മാക്കി എഴുതാൻ പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസ് കാണാം, രണ്ടും കൂടി ആഡ് ചെയ്യുക, എല്ലാത്തിൻ്റെയും പകുതി എടുക്കുക. പിന്നെ അതിൽ നിന്ന് ട്രാൻസ്പോസ് കണ്ടത് എന്ത് ചെയ്യുക? എയിൽ നിന്ന് ആദ്യം ഒന്ന് അടുത്ത് കുറക്കുക, ആദ്യം കൂട്ടുക പിന്നെ കുറക്കുക, എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് ആ കിട്ടുന്ന ആ 2 ഹാഫുകളും തമ്മിൽ എന്താ കൂട്ടി കഴിഞ്ഞാൽ ചോദ്യത്തിൽ തന്നെ തന്നെ തിരിച്ച് കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് തെളിയിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറുണ്ട്. മാട്രിക്സിലും ഡിറ്റർമിനൻസിലൊക്കെ വേറെ ഒരുപാട് ക്വസ്റ്റ്യൻ ഇട്ടാൽ നമ്മൾ സൊല്യൂഷൻ കാണാനുള്ള മെത്തേഡ് ഉണ്ട്. ഡിറ്റർമിനൻ്റ് മെത്തേഡ്, ക്രാമേഴ്സ് റൂൾ എന്ന് പറയും. അതേപോലെ എന്താണ് നമ്മുടെ ഇൻവേഴ്സ് മെത്തേഡ്. അപ്പോൾ ഇൻവേഴ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിറ്റർമിനൻ്റ് മെത്തേഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിൽ ഡിസ്കഷൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് പൊതുവെ. ഇഫ് എ ഈക്വൽ ടു എ പ്ലസ് 2b ഈക്വൽ ടു 2 1 0 1 -1 2. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ വരുമ്പോൾ പരമാവധി പറ്റാവുന്ന അത്ര ചെയ്ത് വെക്കുക കേട്ടോ. 2a അടുത്തത് തന്നിട്ടുണ്ടാവും, അങ്ങനെ തന്നിട്ടുണ്ടാവും. 2a + 3b ഈക്വൽ ടു 1 2 -1 2 0 1 ഇങ്ങനെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളോട് കാണാൻ പറയും എ ബി പറഞ്ഞ മാട്രിക്സ്, അല്ലെങ്കിൽ സോൾവ് എന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഫൈൻഡ് എ ആൻഡ് ബി എന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഉദ്ദേശിക്കുന്നത് എ എന്ന് പറഞ്ഞൊരു മാട്രിക്സ് ഉണ്ട്. ഓക്കെ, അതേപോലെ ബി പറഞ്ഞൊരു മാട്രിക്സ് ഉണ്ട്. ബി പറഞ്ഞ മാട്രിക്സ് എല്ലാ ടേമിനും 2 കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് എയും ആ 2bയും കൂടി കൂട്ടിയപ്പോൾ കിട്ടിയ സാധനമാണിത്. ഓക്കെ, ഇതേപോലെ എ പറഞ്ഞ മാട്രിക്സിന് 2 ആയിട്ട് ഗുണിച്ചു, ബി പറഞ്ഞ മാട്രിക്സിന് 3 ആയിട്ട് ഗുണിച്ചു. എന്നിട്ട് അത് 2 കൂടി ആഡ് ചെയ്തപ്പോൾ കിട്ടിയ സാധനമാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എയും ബിയും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് എന്താണ് കോയിഫിഷ്യൻ്റ് ഈക്വലായിട്ട് കിട്ടും. കോയിഫിഷ്യൻ്റ് ഈക്വൽ പറഞ്ഞാൽ എൻ്റെ ഒപ്പമുള്ള നമ്പേഴ്സ് നോക്കുക, ബീൻ്റെ ഒപ്പമുള്ള നോക്കുക, ഏതെങ്കിലും ഒന്ന് ഈക്വൽ ഉണ്ടോ നോക്കുക. ഒന്നും ഈക്വൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഈക്വൽ ആക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒന്നാമത്തെ ഇതിനെ നമ്മൾ ഇടത് ഭാഗത്താണ് ഇപ്പോൾ നോക്കുന്നത് കേട്ടോ. ഇവിടെ എന്തോ ഓപ്പറേഷൻ ചെയ്യണം, അതൊക്കെ അപ്പുറത്തും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനിപ്പോൾ 1 എന്ന് കൊടുത്തു. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് മാട്രിക്സ് എയും ബിയും കേട്ടോ. എയും ബിയും ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ മിക്സ് ആയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഇതിന് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ 2 എന്ന് പറഞ്ഞ സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണ്. ഓക്കെ, 2 കൊണ്ട് ഗുണിച്ച് എന്താ, ഇവിടെ എൻ്റെ കോയിഫിഷ്യൻ്റ് ഈക്വൽ ആക്കും. ഏതെങ്കിലും ഒന്നിൻ്റെ കോയിഫിഷ്യൻ്റ് ആദ്യം ഈക്വൽ ആക്കണം, എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2a പ്ലസ് എല്ലാത്തിനെയും ഗുണിക്കണം. 2bനെ ഗുണിച്ചാൽ 4b. ഓക്കെ, ഈക്വൽ ടു ഇപ്പുറത്തും അതേ സംഭവം ചെയ്യണം. ഒരു ഭാഗത്ത് മാത്രം ഗുണിക്കരുത്, 2 സൈഡും ചെയ്യുക. അവിടെയൊക്കെ എന്ത് ചെയ്യുക, 2 കൊണ്ട് ഗുണിക്കുക. അപ്പം 4 2 0 2 -2 4 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക നിങ്ങൾ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ആൻറ്റി 2ൻ്റെ കോയിഫിഷ്യൻ്റ് ഈക്വലായി. ഇനി ഈ കോയിഫിഷ്യൻ്റ് ഈക്വൽ അതിന് ഒരേ ചിഹ്നമാണോ നോക്കുക. ഒരേ ചിഹ്നമാണെങ്കിൽ എന്ത് ചെയ്യും, 1 1 കുറക്കുക. ഓക്കെ, അപ്പോൾ 1 1 കുറച്ചപ്പോൾ ഈ 2a ഇതിൽ നിന്ന് കുറക്കുമ്പോൾ 2a - 2a എന്ന് വരും, അത് 0 ആയി പോവും. ഈ 4b നിന്ന് 3b കുറച്ചാൽ 1b എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 1b ഈക്വൽ ടു 1b പറഞ്ഞാൽ b ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എന്താണോ ചെയ്യുന്നത് അതന്നെ ഇപ്പുറത്തും ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, നേരെ കുറക്കുക. 4 നിന്ന് 1 കുറക്കുമ്പോൾ എന്ത് കിട്ടും, 4ൽ നിന്ന് 1 കുറക്കുമ്പോൾ 3, ഇവിടെ 2 നിന്ന് 2 കുറക്കുമ്പോൾ 0, ഇവിടെ 0 -1 എന്തരും +1. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ 2 - 2 പറഞ്ഞാൽ 0, ഇവിടെ -2ൽ നിന്ന് 0 ആണ് കുറക്കണത്, അത് -2 എന്ന് തന്നെ കിട്ടും. ഇവിടെ 4ൽ നിന്ന് 1 ആണ് കുറക്കണത്, 3 എന്ന് കിട്ടും. അപ്പോൾ ബീൻ്റെ വില എന്താ കിട്ടുക, b ഈക്വൽ ടു ബീൻ്റെ വില 3 0 1 0 -2 3. ഓക്കെ, ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ബി എന്നുള്ളത് ഇവിടെ നിന്ന് നോക്ക് നിങ്ങൾ. എ എന്ന് പറഞ്ഞാൽ എ നമുക്ക് ഉണ്ടാക്കേണ്ടത്, എ എന്ന മാട്രിക്സ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എ എന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യുക, എനെ മാത്രം ഇവിടെ നിർത്തുക, ഈ 2bനെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എ ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പുറത്തുള്ള മാട്രിക്സ് ആദ്യം അവിടെ എഴുതണം. 2 1 0 2 1 0 പിന്നെ 1 -1 2.
ഓക്കെ. ഇപ്പോൾ ഇവിടെ നോക്കുള്ള ഇവിടെ പ്ലസ് 2b കൊണ്ടുപോയി കഴിഞ്ഞാൽ മൈനസ് 2b ആയി. ഓക്കെ. ഇതൊന്നും എന്താ ചെയ്യുക, ഈ 2b എന്നുള്ളത് മാറ്റിയിട്ട് കൊടുക്കുക. ബി ഇതാണെങ്കിൽ 2b പറഞ്ഞാൽ എന്താ, ഇത് ഓരോ ടേമിനെയും എന്താ ചെയ്യുക, ഓരോ ടേമിനെയും 2 കൊണ്ട് ഗുണിക്കുക. അതാണ് 2b കേട്ടോ. അപ്പോൾ ഓരോ ടൈമിനും 2 കൊണ്ട് ഗുണിക്കുക പറഞ്ഞാൽ ഇവിടെ 3 ഗുണിക്കുമ്പോൾ 6 0 2, ഇവിടെ എന്താ വരിക 0, പിന്നെ -4, ഇവിടെ 6, ഇങ്ങനെ വരും. ഇതാണ് 2b. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ മാട്രിക്സിൽ നിന്ന് 2b കുറക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ജസ്റ്റ് ഇതിൽ നിന്ന് ഞാനിപ്പോൾ നേരിട്ട് അങ്ങോട്ട് ഉത്തരം ഇതാണ് a = ഓക്കെ. ഇതിൽ നിന്ന് ഇത് കുറക്കുകയാണ് കേട്ടോ. അതായത് ഈ മാട്രിക്സിൽ നിന്ന് 2b കുറക്കാൻ 2b ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2ൽ നിന്ന് 6 കുറക്കുക, എന്ത് കിട്ടും, ചെറുതെന്ന് വലുതാ കുറക്കണ് -4. 1ൽ നിന്ന് 0 കുറച്ചാൽ 1, 0ൽ നിന്ന് 2 കുറച്ചാൽ -2. ഓക്കെ. അടുത്തത് 1ൽ നിന്ന് 0 കുറച്ചാൽ 1, -1ൽ നിന്ന് -4 ആണ് വരിക, അത് +4 ആവും. അപ്പോൾ എന്ത് കിട്ടും, +4ഉം -1ഉം കൂടി +3 എന്ന് കിട്ടും. 2 - 6 എന്ത് കിട്ടും, -4. ഓക്കെ. അപ്പോൾ നമുക്ക് എ മാട്രിക്സും കിട്ടി. എന്താണ് കിട്ടുക, -4 1 -2 1 3 -4 കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വരുമ്പോൾ മാക്സിമം പറ്റാവുന്നത്ര ചെയ്തു വെക്കുക. ഓക്കെ. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഈക്വൽ അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടെന്നൊന്ന് ഈക്വൽ ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ ചിലതിൽ രണ്ടും ഒന്ന് മാത്രം ഗുണിച്ചാൽ അതിന് ഈക്വൽ ആവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ എൻ്റെ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഇതിനെയും ഗുണിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ കൊണ്ട് ഇതിനെയും ഗുണിക്കുക കേട്ടോ. എൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ബിന് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഈക്വൽ ആക്കിയിട്ട് ഒരെണ്ണത്തിന് ഒഴിവാക്കണം, എങ്കിലേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കോയിഫിഷ്യൻ്റ് ഈക്വൽ ആക്കുക, എന്നിട്ട് അത് ഒഴിവാക്കിയിട്ട് ആദ്യം മറ്റേത് കണ്ടുപിടിക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അതിൻ്റെ വില കൊടുത്തിട്ട് മറ്റേതും അഡ്ജസ്റ്റ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ അതങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു വേറെ ഇതേപോലെ മാട്രിക്സ് എന്ന് വരുന്ന ഒരു സംഭവമാണ്, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നതാണ്. കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ. ചിലപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് എന്നുണ്ടാവും. അപ്പോൾ നിങ്ങളോട് എന്താ ചെയ്യുക, കമ്മ്യൂട്ടേറ്റീവ് എന്ന വേർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം, രണ്ട് മാട്രിക്സ് തന്നിട്ട് അതിന് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ AB എന്ന് പറഞ്ഞ 2 മാട്രിക്സ് വരും. അപ്പോൾ AB = B ആണെങ്കിൽ അതിനെയാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. AB = B ആണെങ്കിൽ അതിനെയാണ് കമ്മ്യൂട്ടേറ്റീവ് വരിക. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ, ഇഫ് A പറഞ്ഞൊരു മാട്രിക്സ് തന്നിട്ടുണ്ട് 0 2 3. ഓക്കെ. B = 1 4 -1. ഓക്കെ. ഫൈൻഡ് AB ആൻഡ് BA. ഫൈൻഡ് AB ആൻഡ് BA. AB ആൻഡ് BA. എന്നിട്ട് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും കൂടി ഉണ്ട്. അപ്പോൾ AB ആൻഡ് BA എന്ന് പറയുമ്പോൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് നിങ്ങളിവിടെ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഓർഡർ 2 ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ. ഇപ്പോൾ 1 2 3. B = 5 6 7 3. ഇങ്ങനെ 2 മാട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രോസസ്സാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇതിന് പല വിധത്തിലും മാട്രിക്സ് വരുമ്പോൾ പലർക്കും ഡൗട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റ മെത്തേഡുള്ളൂ. നമ്മളിവിടെ മാട്രിക്സിൽ RC എന്നേ പറയുന്നുള്ളൂ. മാട്രിക്സിൻ്റെ ഓർഡർ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും RC എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. RC എന്നുള്ളതാണ് അതിൻ്റെ കോഡ്. അതായത് റോ ഇൻറ്റു കോളം, ഗുണിക്കുകയാണെങ്കിൽ റോ ഇൻറ്റു കോളം. ഇനി മാട്രിക്സിൻ്റെ ഓർഡർ നമ്മളോട് പറയാൻ ചോദിച്ചു കഴിഞ്ഞാലോ എത്ര റോ ഉണ്ട് എത്ര കോളം ഉണ്ട് നോക്കിയാൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഉള്ളതിനെയാണ് റോ എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ ഉള്ളതിനെയാണ് റോ എന്ന് പറയുന്നത്, കുത്തനെ ഉള്ളതിനാണ് എന്ത് കോളം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 2 റോയും 2 കോളവും, അപ്പോൾ 2/2 ആണ് ഇതിൻ്റെ ഓർഡർ. ഓക്കെ. ഇവിടെ ആണെങ്കിലോ ഇവിടെ അതേപോലെ 2/2. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഓർഡറോ ഇത് നോക്ക് നിങ്ങൾ. ഇനിയിപ്പോൾ ഇങ്ങനെ ഒറ്റ എലമെൻറ്റ് തരുമ്പോൾ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുക. ഹൊറിസോണ്ടലി 1 2 3 ഈ നമ്പറിൽ കൂടെ പോകുന്ന ലൈൻ എത്ര ഉണ്ടാവും, 3 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇതിൽ എത്ര റോ ഉണ്ട്, 3 റോ ഉണ്ട്. ഇനി ഈ ലൈനുകൾ കൂടെ പോണ കുത്തനെ വരയ്ക്കുകയാണെങ്കിൽ ഒറ്റ വരലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 3/1. ആദ്യം റോ എഴുതണം, പിന്നെ കോളം. അതാണ് ഞാൻ പറഞ്ഞ RC എന്ന്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് ഓർഡർ RC കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് നോക്ക്, ബീൻ്റെ ഇതിൻ്റെ ഓർഡർ എങ്ങനെ പറയാം. ഇതിൻ്റെ റോ എന്ന് പറഞ്ഞാൽ 1 റോയും നോക്ക് അടുത്ത എത്ര കോളാണ്, 1 2 3 അല്ലേ. അപ്പോൾ 3 കോളം. അപ്പോൾ നമ്മൾ 2 മാട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഫസ്റ്റത്തിൻ്റെ കോളവും രണ്ടാമത്തിൻ്റെ റോയും ഈക്വൽ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. എന്നിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടണത് പറഞ്ഞാൽ ഇത് പിന്നെ റോയും ഇത് കോളും ആയിരിക്കും. ഇവിടെ നമുക്ക് 1 1 അടുത്ത് വന്നാൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 2 2 അല്ലെങ്കിൽ 3 3 ഏതാണ് നമ്പർ വെച്ചാൽ അത് രണ്ടും അടുത്തടുത്ത് ഇവിടെ വന്നെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതിൽ മൾട്ടിപ്ലൈ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എ ബി എന്ന് പറയുന്നത് എ ബി എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു കോളമാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു റോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര കോളുണ്ട് വെച്ചാൽ ആ കോളത്തെ മുഴുവൻ ഗുണിച്ചതിന് ശേഷം നിർത്താൻ പാടുള്ളൂ. ഓക്കെ. ഇനി ഈ കോളത്തിൽ ഓരോ കോളത്തിൻ്റെ അപ്പോൾ ഒന്നാമത്തെ കോളതാണ്, ഇവിടുത്തെ ഒന്നാമത്തെ കോളതാണല്ലോ, ഇവിടെ ഇത് രണ്ടാമത്തെ കോളം. ഒന്നാമത്തെ കോളത്തിനെ ഗുണിക്കുന്നതൊക്കെ പ്ലസ് ഇട്ടിട്ട് ആദ്യത്തെ ടേം ആയിട്ടാണ് വരിക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് വരിക 1 × 5 പ്ലസ്, കാരണം ഇത് ഒന്നാമത്തെ കോളത്തിൽ തന്നെയാണ് ഈ 7 പറഞ്ഞാൽ അതിനെ ഇനി കുടിക്കാൻ പോണ്. അപ്പോൾ അത് ഒന്നാമത്തെ കോളത്തിൽ തന്നെ വരും വേണം. അപ്പോൾ എന്താ ചെയ്യുക, 2 × 7. ഓക്കെ, 2 × 7. ഇനി ഇത് നോക്ക്, ഇപ്പോൾ ഈ റോ കൊണ്ടുള്ള ഗുണനം കഴിഞ്ഞിട്ടില്ല, കാരണം ഇവിടെ ഒരു കോളത്തെ ഗുണിച്ചുള്ളൂ, പുറത്തൊരു കോളം കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഗുണിക്കണം. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ടേം കൊണ്ട് 1 × 6. ഓക്കെ, പ്ലസ് 2 × 3. ഓക്കെ. ഇനി നോക്കുക അടുത്ത നിങ്ങൾ ഇവിടെ. അപ്പോൾ ഈ റോ കൊണ്ട് ഇപ്പോൾ കോളത്തെ രണ്ടിനും ഗുണിച്ചു, ഈ കോളത്തെയും ഗുണിച്ചു. അപ്പോൾ അതിൻ്റെ ഗുണനം കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ കോളത്തിന് ഗുണിക്കുന്ന ടേമുകൾ ഫുൾ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. ഒന്നാമത്തേനും കോളത്തിന് ഗുണിക്കണം ഇവിടെ. ഇനി അടുത്തത് ഈ റോ കൊണ്ട് ഒന്നാമത്തെ കോളത്തിന് ഗുണിക്കണം. അപ്പോൾ വീണ്ടും ഇതിൻ്റെ താഴെയാണ് വരിക, അതാത് കോളത്തിൻ്റെ സ്ഥാനത്താണ് വരിക. അപ്പോൾ 3 × 5. ഓക്കെ, പ്ലസ് എന്താണ് 4 × 7. അടുത്തത് 3 × 6 പ്ലസ് 4 × 3. ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗുണിച്ചിട്ടൊന്ന് ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ 1 × 5 5 എന്ന് പറയും, പ്ലസ് 2 × 7 14 കേട്ടോ. 14ഉം 5ഉം കൂട്ടുക, അതേപോലെ ഓരോന്നും ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലാക്കുക, റോ ഇൻറ്റു കോളം കേട്ടോ. ഒരു റോ സെലക്ട് ചെയ്ത് അവിടുത്തെ ഓരോ കോളത്തിനെ ഗുണിക്കണം. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻ്റ് കൊണ്ട് അവിടുത്തെ ഫസ്റ്റിന്, കോളത്തെ ഫസ്റ്റിന്, ഇവിടുത്തെ സെക്കൻഡ് കൊണ്ട് അവിടുത്തെ സെക്കൻഡ്, ഇവിടുത്തെ തേർഡ് കൊണ്ട് അവിടുത്തെ തേർഡ്. ഇങ്ങനെയാണ് ഓർഡർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നോക്ക്, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉത്തരമായി. ഇനിയിപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കാണ്ട് പിന്നെ ഇത് രണ്ടും ഗുണിക്കാൻ നിൽക്കരുത്. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അതിന് ശേഷം ഇത് രണ്ടും ഗുണിക്കുക, ഇത് രണ്ടും ഗുണിക്കുക, എന്നിട്ട് ആ രണ്ടും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അല്ലാതെ ഈ 5 2 കൂടി കൂട്ടിയിട്ട് അതിനെ 1 കൊണ്ട് 7 കൊണ്ട് ഗുണിക്കരുത്, അത് തെറ്റാണ്. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് ബോർഡ് മാസ് റൂൾ പറഞ്ഞ റൂളുണ്ട്, അതിക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ ആദ്യം ഇത് ഗുണിച്ചതിന് ശേഷം കൂട്ട് കേട്ടോ. അപ്പോൾ അതാ പറയാനുള്ളത്. ഇനി നോക്ക് നിങ്ങൾ, ഇനി നമ്മൾ ഈ ചോദ്യത്തിലേക്ക് വരാം. ഇപ്പം തന്ന ഈ ക്വസ്റ്റ്യൻ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ ചെക്ക് ചെയ്യാനും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എ ബി കാണണം. എ ബി ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. എ ബി അറിയുമ്പോൾ നോക്ക്, ഇവിടെ ഫസ്റ്റ് റോ സെലക്ട് ചെയ്യുക. ഇവിടെ 3 റോ ഉണ്ട് പറഞ്ഞല്ലോ, ഫസ്റ്റ് റോയിൽ ഒറ്റ എലമെൻ്റ് ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് കോളത്തിനെ കുടിക്കുക. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ കോളത്തിനെ കുടിക്കണം, ആദ്യത്തെ കോളത്തിൻ്റെ സ്ഥാനത്ത് എഴുതാൻ പറ്റുള്ളൂ. ഇവിടുത്തെ റോ കൊണ്ട് രണ്ടാമത്തെ കോളത്തിന് കുടിക്കണം, രണ്ടാമത്തെ കോളത്തിൻ്റെ സ്ഥാനത്ത് എഴുതാൻ പറ്റുള്ളൂ. ഈ റോ കൊണ്ട് മൂന്നാമത്തെ കോളത്തിന് കുടിക്കണം, മൂന്നാമത്തിൻ്റെ സ്ഥാനത്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വരിക, 0 × 1. അതിവിടെ കഴിഞ്ഞു. ഇനി പ്ലസ് ഇട്ട് എഴുതണ്ട, കാരണം പ്ലസ് ഇട്ട് എഴുതണമെങ്കിൽ ഇതിൻ്റെ അടിക്ക് ഇനി ടേം വേണം. അതില്ലല്ലോ, ഒറ്റ ടേമല്ലേ ഉള്ളൂ. അടുത്ത എന്താണ് 0 × 4. ഓക്കെ, അടുത്തത് 0 × -1. ഓക്കെ, അടുത്ത നോക്ക്. ഇപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് ഈ 3 കോളത്തിനെ ഗുണിച്ച് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ എടുക്കുക, 2 × 1. ഓക്കെ, 2 × 1. അടുത്ത എന്താ വരിക, 2 × 4. രണ്ടാമത്തെ കോളത്തിനെ ഗുണിക്കണം. അപ്പോൾ ഇതിൻ്റെ താഴെ കൊടുന്ന് എഴുതണം കേട്ടോ. ഇനി ഇതിൻ്റെ അടിക്ക് ടേം ഉണ്ടാകുമ്പോൾ അവിടെ പ്ലസ് ഇട്ട് എഴുതുക. ഓക്കെ, ഇനി 3 × -1. അടുത്തത് വരുന്നത് അല്ല 3 × അല്ല 2 കൊണ്ട് തന്നെ അല്ല, 2 × -1 കേട്ടോ. സോറി, 2 × -1. അടുത്ത വരുന്നത് 3 കൊണ്ട്, 3 × 1. അടുത്തത് 3 × 4, 3 × -1. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, എ ബി എന്ന് പറഞ്ഞാൽ മുകളത്തെ റോ ഫുൾ എന്താവും, അങ്ങനെയുള്ളതാണ് റോ. എല്ലാം 0 കൊണ്ടാണ് ഗുണിക്കണം, അത് മുഴുവൻ 0 ആയിപ്പോയി. ഓക്കെ, അടുത്ത ടേം എന്താ വരിക, 2 8 -2 കേട്ടോ. 2 8 -2. പിന്നെ വരുന്നത് 3 12 -3. ഓക്കെ, 3 12 -3. അപ്പോൾ ഇതാണ് എ ബി. ഇനി നമുക്ക് എന്ത് കാണണം, ബി എ കാണണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എ ബി എന്ന് പറഞ്ഞാൽ തരുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയിട്ട് ഗുണിക്കുക എളുപ്പമാണ്. ബി എ കാണുമ്പോൾ ബീനെ ആദ്യം എഴുതണം, അതിന് ശേഷം എ എടുത്ത് എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരം തെറ്റിപ്പോവും. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ ബി എന്നെ എടുത്ത് എഴുതിക്കോ, 1 4 -1. ഓക്കെ, ഇൻറ്റു എന്താണ് ചെയ്യേണ്ടത്, ഈ കോളത്തിന് 0 2 3. ഇപ്പോൾ അത് നോക്ക്, നിൻ്റെ ഓർഡർ എന്താണ്, എത്ര റോ ഉണ്ട്, 1 റോയും 3 കോളവും അല്ലേ, 3 കോളവും. ഇതാണെങ്കിലോ 3 റോയും
ഒരു കോളും. അപ്പോൾ ഈ മൂന്നും ഇവിടെ അടുത്ത് വരുന്നാലേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നമ്പേഴ്സ് രണ്ടും അടുത്ത് വന്നെങ്കിൽ സെയിം ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലാത്ത മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ബാക്കിയുള്ളതായിരിക്കും പുതുതായിട്ട് കിട്ടാൻ പോണ മാട്രിക്സിൻ്റെ ഓർഡർ, അതായത് ഒരു റോയും ഒരു കോളും ആയിരിക്കും. ഇത് റോയും ഇത് കോളും ആയിരിക്കും. മനസ്സിലായോ? ഒരു റോയും ഒരു കോളും എന്ന് പറഞ്ഞാൽ അതിൽ ഒറ്റ എലമെൻ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്ക്, നിങ്ങൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ റോ സെലക്ട് ചെയ്തു, ഫസ്റ്റ് റോ. ഈ സെലക്ട് ചെയ്യാൻ താഴോട്ട് റോയൊന്നുമില്ല, ഒരു റോയേ ഉള്ളൂ. ഇവിടെ ഒറ്റ കോളുള്ളൂ. അപ്പോൾ ഒറ്റ കോളത്തുള്ളത് ഗുണിച്ചു കഴിഞ്ഞാൽ ഫുള്ള് എന്താണ് ഒരു സ്ഥാനത്ത് തന്നെ വരണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരേ സ്ഥാനത്ത് തന്നെ വരണം. അപ്പോൾ എന്തെങ്കിലും ഒക്കെ പ്ലസ് ഇട്ടിട്ടാണ് വരും. അപ്പോൾ 1 × 0 പ്ലസ് 4 × 2 പ്ലസ് 1 -1 × 3 കേട്ടോ. എന്തരും ഈക്വൽ ടു 1 × 0 0 പ്ലസ് 8 -3 കേട്ടോ. പ്ലസും ഇവിടെ -1 3 ഗുണിച്ചാൽ -3, പ്ലസ് മൈനസും എടുത്തു തന്നാൽ മൈനസ് കേട്ടോ. 8 3 കുറച്ച് 5 കിട്ടും. അപ്പോൾ ഇതിന് ആൻസർ എന്താ കിട്ടുക? ഒറ്റ എലമെൻ്റ് ഉണ്ടാവുള്ളൂ, 5 എന്നുള്ളതാണ് എലമെൻറ്റ്. ഇവിടെ നോക്ക്, എ ബി എന്ന് പറഞ്ഞാൽ നോക്ക്, ഇതാണ് എ ബി, ബി എ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ എ ബി നോട്ട് ഈക്വൽ ടു ബി എ, എ ബി നോട്ട് ഈക്വൽ ടു ബി എ. ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് എ കമ്മ്യൂട്ടേറ്റീവ് കേട്ടോ, നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അതുകൊണ്ട് ഇതെന്താണ്? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, അതുകൊണ്ട് ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മാട്രിക്സിലെ സൊല്യൂഷൻ കാണാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. ഫൈൻഡ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. അതിൽ 2 മെത്തേഡാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വെറുതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, സോൾവ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡിറ്റർമിനൻ്റ് മെത്തേഡ് ഉണ്ട്, ക്രാമേഴ്സ് റൂളുണ്ട് കേട്ടോ. ഡിറ്റർമിനൻ്റ് മെത്തേഡ് അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾ രണ്ടും ഒന്ന് തന്നെയാണ്. അതല്ലെങ്കിൽ പിന്നുള്ളൊരു മെത്തേഡ് ഇൻവേഴ്സ് മെത്തേഡാണ്. അപ്പോൾ നിങ്ങളോട് മെത്തേഡ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ എപ്പോഴും ഡിറ്റർമിനൻ്റ് മെത്തേഡ് അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതിൽ കുറച്ച് ചെയ്യാനുള്ളൂ, ഉത്തരം തെറ്റാനുള്ള സാധ്യതയും കുറവാണ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് മാട്രിക്സ് മെത്തേഡ്. 2 മെത്തേഡ് ഉണ്ട്, ഒന്ന് ഇൻവേഴ്സ് മെത്തേഡും മറ്റേത് ഡിറ്റർമിനൻ്റ് മെത്തേഡും. ഓക്കെ, ഡിറ്റർമിനൻ്റ് മെത്തേഡ് സിമ്പിളാണ്, അത് നമുക്ക് എന്താ ചെയ്യുക, ഉച്ചക്കത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും, അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇൻവേഴ്സ് കോഎഫിഷ്യന്റ് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആദ്യം ഇൻവേഴ്സ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയണം ഇൻവേഴ്സ്. അപ്പോൾ നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ഇൻവേഴ്സ് കാണാനും 5 മാർക്കിനും 6 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു മാട്രിക്സ് എന്നിട്ട്. അപ്പോൾ നമുക്കൊരു സൊല്യൂഷന് കാണുന്ന മെത്തേഡ് എങ്ങനെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ക്വസ്റ്റ്യൻ ഫുള്ള് ഇതിനില്ല കേട്ടോ, ഇക്വേഷൻ ബൈ ഫൈൻഡിങ് ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് മാട്രിക്സ് കേട്ടോ, ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് മാട്രിക്സ് മെത്തേഡ്. ഓക്കെ, ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ്. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് മാട്രിക്സ് മെത്തേഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരണം, ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ട്, ഇൻവേഴ്സ് മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഡിറ്റർമിനൻ്റ് മെത്തേഡ് അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾ എന്ന് രണ്ടും ഒന്ന് തന്നെയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരണം എന്താണ്, അവിടെ ഡിറ്റർമിനൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, ഇനി നമുക്ക് ഇങ്ങനെ 3 ഇക്വേഷൻ ഉണ്ടാവും. x - y + z = 4. ഓക്കെ, ഇതൊരു ഇക്വേഷൻ. 2x + y - 3z = 0. പിന്നെ എന്നുള്ളത് x + y + z = 2. ഇങ്ങനെ തന്നിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻവേഴ്സ്, നമ്മുടെ സൊല്യൂഷൻ കാണാനുള്ള മെത്തേഡ് x = a ഇൻവേഴ്സ് d എന്നാണ്. ഓക്കെ, x = a ഇൻവേഴ്സ് d ആണ്. അപ്പോൾ അതിൽ ഇൻവേഴ്സ് കാണാൻ അറിയണം. അതിന് മുന്നേ നമ്മൾ ഇങ്ങനെ തന്നതിന് ആദ്യം 3 മാട്രിക്സുകൾ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, എ എന്ന് പറഞ്ഞൊരു മാട്രിക്സ്, അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ എക്സിൻ്റെ വൈയുടെ സെറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് യഥാക്രമം എടുത്തുകൊണ്ട് എഴുതുകയാണ് ചെയ്യുന്നത് ഓരോ ഇക്വേഷനിലും. അപ്പോൾ ഇവിടെ നോക്ക്, നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ തരുമ്പോൾ വൈ സെറ്റ് ഒക്കെ ചിലപ്പോൾ മാറ്റിയാണ്ട് കൊണ്ടിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, എക്സ് വൈ സെറ്റ് ഓർഡറിലല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം 1 എന്നാണ്. അപ്പോൾ 1 ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ -1 -1 -1. ഓക്കെ, അടുത്ത 2 1 -3, 2 1 -3, 1 1 1. ഓക്കെ, ഇതാണ് മാട്രിക്സ് എ. ഇനി എക്സ് എന്ന് പറഞ്ഞൊരു ക്യാപിറ്റൽ എക്സ് പറഞ്ഞ ഈ ക്യാപിറ്റൽ എക്സ് പറഞ്ഞൊരു മാട്രിക്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ യഥാക്രമം ഒരു കോളായിട്ട് എക്സും വൈയും സെറ്റും, ഇതിത്തെ എക്സ് വൈ സെറ്റ്. ഓക്കെ, അടുത്തത് ഡി എന്ന് പറഞ്ഞാൽ ഈ സമത്തിൻ്റെ അപ്പുറത്തുള്ളതാണ് കേട്ടോ. ഈ സമത്തിൻ്റെ അപ്പുറത്തുള്ളതാണ് 4 0
2 കേട്ടോ. ഇത് ആദ്യം നിങ്ങൾ എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിലത്തെ എക്സ് വൈ സെറ്റും ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഈ സമത്തിൻ്റെ പുറത്തുള്ളത് എന്താണ്. ചിലപ്പോൾ ഈ സമത്തിൻ്റെ പുറത്തുള്ള സാധനം ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ എക്സും വൈ സെറ്റിൻ്റെ ടേം മാത്രം നിർത്തിയിട്ട് അതിനെ മറ്റേ അങ്ങോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. ഇനി നോക്കുക, ഇനി നമുക്കിതിൽ എ ഇൻവേഴ്സ് കാണണം. അത് ഇൻവേഴ്സ് കാണാനായിട്ട് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നേരിട്ട് തരും. അപ്പോൾ ഈ ഒരു മാട്രിക്സ് തരും, എന്നിട്ട് ഇൻവേഴ്സ് കാണാനായിരിക്കും. അപ്പോൾ ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇൻവേഴ്സ് കാണുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ കോഫാക്ടർ എന്നൊരു ടേമാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. കോഫാക്ടർ. അപ്പോൾ കോഫാക്ടർ എങ്ങനെ കാണുന്നത് നോക്കാം. കോഫാക്ടർ കാണാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാട്രിക്സ് തന്നിട്ട് നമ്മളോട് ഇൻവേഴ്സ് ആണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ സൊല്യൂഷൻ കാണുമ്പോഴൊക്കെ നമ്മൾ ഇതേപോലെ മാട്രിക്സ് ഉണ്ടാക്കുമല്ലോ. ആ മാട്രിക്സിന് എന്ത് ചെയ്യുക, 4 പ്രാവശ്യം എഴുതുക. ഓക്കെ, ഒന്നിവിടെ, ഒന്നപ്പുറം, അടിയിലായിട്ട്. അപ്പോൾ ഞാൻ എഴുതി കാണിക്കാം. 1 -1 1 2 1 -3 1 1 1. ഈ മാട്രിക്സിന് ഒരു പ്രാവശ്യം എഴുതി. ഓക്കെ, അടുത്തതിന് എന്ത് ചെയ്യുന്നു, 1 -1 1 2 1 -3. അടുത്ത എന്ത് ചെയ്യുന്നു, 2 1 1. ഓക്കെ, അടുത്ത ഈ മാട്രിക്സിന് എന്ത് ചെയ്യുന്നു, അടിക്ക് ഇവിടെ ഇതിൻ്റെ അടിയിലും ഇതിൻ്റെ അടിയിലായിട്ട് 4 എഴുതുന്നത് കേട്ടോ. ഇതേ ഓർഡറിൽ തന്നെ എഴുതണം. 1 -1 1 2 1 -3 പിന്നെ 1 1 1. ഓക്കെ, ഇവിടെ അതേപോലെ 1 -1 1 2 1 -3 പിന്നെ 2 1 1. ഓക്കെ, ഇങ്ങനെ എഴുതി. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ വരി എന്ത് ചെയ്യുന്നു, ജസ്റ്റ് അങ്ങോട്ട് വെട്ടിക്കളയാണ് ചെയ്യുക. അവസാനത്തെ വരി വെട്ടിക്കളയാം. നമുക്കിത് ആവശ്യമില്ല, ഇതങ്ങോട്ട് വെട്ടിക്കളയും. ബാക്കി ഉള്ളിലുള്ള സംഭവം ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുക്കും, നമ്മൾ ഡിറ്റർമിനൻ്റ് കാണുന്ന പോലെ. 1 × 1. ഓക്കെ, മൈനസ്. എപ്പോഴും ഡിറ്റർമിനൻ്റ് ആണെങ്കിലും ഇതാണെങ്കിലും എന്താണ്, ക്രോസ് ആയിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ പിന്നെ മൈനസ് ആണ് കേട്ടോ. അത് ഓർമ്മ വേണം. അതിൻ്റെ ഇടയിൽ പ്ലസ് പറഞ്ഞ സംഭവം വരുന്നില്ല. അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, ബാക്കി എങ്ങനെ വരിക, മാട്രിക്സ് തന്നെയാണ് കിട്ടുക. കോഫാക്ടർ മാട്രിക്സ് 1 × 1. ഓക്കെ, -1 × 1 മൈനസ്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ നിൽക്കില്ല, നേരിട്ട് തന്നെ ഉത്തരം പറയണം. 1 × 1 മൈനസ് ഇട്ടു, പിന്നെ 1 × -3. അപ്പോൾ ഇങ്ങനെയാണ് വരിക. 1 × 1 1. ഒരു ഇതും കൂടി വേണമെങ്കിൽ തരാം. 1 × 1 1 മൈനസ്. ഓക്കെ, 1 × -3 പറഞ്ഞാൽ -3. ഓക്കെ, അടുത്ത വരുന്നത് -3 × 2 എന്താ വരിക, -6. ഓക്കെ, -1 × 2. എപ്പോഴും എന്താണ്, ഇതിൻ്റെ അടിയിൽ മൈനസ് ആണ് കേട്ടോ. × 2. പിന്നെന്താണ്, 2 × 1 2 മൈനസ് എന്താണ് 2 × 1. ഇപ്പോഴും ഇങ്ങനെ മുകളിൽ നിന്ന് ഗുണിക്കുക, പിന്നെ ഇങ്ങനെ കേട്ടോ 2. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ, അടുത്തത് രണ്ടും ഇങ്ങനെ നോക്കുക ക്രോസ് ആയിട്ട്. അപ്പോൾ എന്താണ്, 1 × 1 1 മൈനസ് ഇട്ടു, എന്താണ് -1 × 1 എന്തരും -1. ഓക്കെ, 1 × 1 1 -1 × 2 പറഞ്ഞാൽ 2. ഓക്കെ, അടുത്ത 2 × -1 പറഞ്ഞാൽ -2 -1 × 1 പറഞ്ഞാൽ 1. ഓക്കെ, അടുത്ത -1 × -3 പറഞ്ഞാൽ 3 പിന്നെ മൈനസ്. എപ്പോഴും ഇതിൻ്റെ ഇടയിൽ മൈനസ് ആണ് കേട്ടോ. അത് കൂടാതെ എക്സ്ട്രാ മൈനസ് ഉണ്ടെങ്കിൽ അതും കൂടി നോക്കണം. 1 × 1 -1. ഓക്കെ, ഇവിടെ 1 × 2 2 ഇവിടെ മൈനസ് ഇട്ടു. 1 × -3 പറഞ്ഞാൽ -3 കേട്ടോ. പ്ലസ് മൈനസും ഗുണിച്ചാൽ മൈനസാണ്. 1 × 1 1 പിന്നെ 2 × എന്താ പറയുക -1 പറഞ്ഞാൽ -2 കേട്ടോ. മൈനസ് ഇടണം ആദ്യം, പിന്നെ കിട്ടുന്നത് -2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എന്താ പറയുക, കോഫാക്ടർ മാട്രിക്സ് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോഫാക്ടർ കാണാൻ പറഞ്ഞാൽ എക്സാമിന് ഇങ്ങനെ കണ്ടുവച്ചാൽ മതി. അപ്പോൾ കോഫാക്ടർ കിട്ടുന്നത്, കോഫാക്ടർ കിട്ടുക 4 പിന്നെ 4 -6 6 -2 അല്ലേ, -7. ഒരു മിനിറ്റ്, -3 2. ഇവിടെ ഈ ഇത് മാറിപ്പോയിട്ടുണ്ട്. 1 1 അല്ലേ കേട്ടോ, ഇവിടെ 1 ആണ്. സോറി, നേരത്തെ ഇതിൽ തെറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ 1 1 ലാസ്റ്റ് കോളം നോക്ക്, 1 1 1 ആണല്ലോ. ഞാൻ ഇവിടെ 2 ആണ് എഴുതിയിരുന്നത്. അപ്പോൾ അത് ഇതിനെയും ബാധിച്ചിട്ടുണ്ടാവും. അതായത് ഇവിടെ വരികപ്പോൾ -3 -2 ആണ് കേട്ടോ. -3 -2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2
എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതട്ടോ. അപ്പം മിസ്റ്റേക്ക് വന്ന പോലെ വരാതെ നോക്കുക. 2 - 1 അതിവിടെ കറക്റ്റാണ്. പിന്നെ ഇതിനിപ്പോൾ വരുന്നത് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതായത് അടുത്ത് വരിക 1 മൈനസ് ഇത് ഓക്കെയാണ്. 1 - 1 ഇവിടെ -1 വരിക കേട്ടോ. -1 അല്ലേ? ഓക്കെ. പിന്നെ -2 ഇവിടെ അതേപോലെ ഇതിനെ ബാധിക്കും. ഇവിടെ ഇത് ഗുണിച്ചു, ഇത് കഴിഞ്ഞ് ഇത് -1 - 1 കേട്ടോ. ഇവിടെ -1 ആയിരിക്കും. ഓക്കെ. അപ്പം ഇങ്ങനെ കിട്ടും 4 2 2 സോറി 2 അല്ല -5 4 - 5 0 അഡ്ജോയിൻ്റ് ആണ് എഴുതിപ്പോയത്. 4 - 5 0. പിന്നെന്താ കിട്ടുക ഇവിടെ 2 0 -2 2 0 -2. പിന്നെ 2 5 ഇവിടെ 2 മൈനസ് അടുത്ത് തരുന്നൊക്കെ പ്ലസ് ആവട്ടോ. 2 5 3 കേട്ടോ. 2 5 3 ഓക്കെ. 2 5 3 ഓക്കെ. ഇപ്പം നോക്കുക, ഇത് കിട്ടിയാണ്. ഇതാണ് നമ്മുടെ കോഫാക്ടർ കേട്ടോ. അപ്പം ഇങ്ങനെ കിട്ടുമ്പോൾ ഓർത്ത് വെക്കുന്നത് കോഫാക്ടർ ആണെന്ന്. ഇനി നോക്ക്, കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിൻ്റ് എന്ന് പറയാം. അപ്പോൾ അഡ്ജോയിൻ്റ് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഇതിനെ റോ മാറ്റി കോളാക്കുക. അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഇതിൻ്റെ റോ മാറ്റിയിട്ട് കോളാക്കുക. ഇങ്ങനെ കിട്ടും. ഇപ്പോൾ റോ 4 - 5 0 ഉള്ളത് 4 - 5 0 2 0 -2. ഇനി 2 5 3 എന്നുള്ള എന്ത് ചെയ്യും? ഇങ്ങനെ വരും 2 5 3 കേട്ടോ. 2 5 3. ഇനി നമുക്ക് കാണേണ്ടത്, അപ്പോൾ ഇൻവേഴ്സ് ഓഫ് സൊല്യൂഷൻ മെത്തേഡ് കുറച്ച് ചെയ്യാനുണ്ടാവും. ഡിറ്റർമിൻറ്റിനെയും കാട്ടി ഡിറ്റർമിൻ്റ് ഇത്ര ഇല്ല. നിങ്ങൾക്ക് അടുത്ത സെക്ഷനിൽ അത് എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. വളരെ എളുപ്പമാണ്. 4 ഡിറ്റർമിൻ്റ് ഉണ്ടാക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കുക, എന്നിട്ട് അതിൻ്റെ വില കാണും. ഇവിടെ അഡ്ജോയിൻ്റ് കിട്ടി. ഇനി നമ്മൾ എ ഇൻവേഴ്സ് എങ്ങനെ കാണാമെന്ന് അറിഞ്ഞിരിക്കണം. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ ആണ്. ഓക്കെ, ഡിറ്റർമിനൻ്റ് എ ആണ്. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് എ കാണണമെങ്കിൽ നമ്മൾ എ പറഞ്ഞ മാട്രിക്സ് ഇതായിരുന്നു. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എഴുതാം. ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു, അതിനെ ഡിറ്റർമിനൻ്റ് ആക്കി എഴുതുമ്പോൾ 1 - 1 1 നമ്മൾ നേരത്തെ എഴുതിയത് കേട്ടോ. 2 1 -3 പിന്നെ 1 1 1. ഓക്കെ, നിങ്ങളിത് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പഠിക്കട്ടോ. വെറുതെ അങ്ങനെ കണ്ടു പോവരുത്. ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് പോവുക. ഓക്കെ, കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോവുക. എന്നിട്ടൊന്ന് ഇരുന്ന് ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് നാളെ എക്സാമിന് പോവുക. അതല്ലെങ്കിൽ ഇതിങ്ങനെ നോക്കി പോകുമ്പോൾ മനസ്സിലാവും. പേപ്പർ എടുത്ത് ചെയ്യുമ്പോഴേ ഡൗട്ടൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് ഇതെന്താണ്? ഇത് പ്ലസ് ആയിരിക്കും. ഇതിന് മുന്നിൽ മൈനസ് വരും. ഇവിടെ പ്ലസ്. ഓക്കെ, അപ്പോൾ +1 ഇൻറ്റു ഞാൻ നേരെ ഇങ്ങനെ ഗുണിച്ച് എഴുതുകയാണ്. ഈ കോളർ റോ ഒഴിവാക്കിയ 1 - 1 ഇൻറ്റു -3 എന്തരും? 1 + 3 ആവട്ടോ. 2 മൈനസ് അടുത്ത് തരും. അടുത്തത് -1 കേട്ടോ. ഇവിടെ മൈനസ്, ഈ മൈനസ് ആദ്യം ഇട്ടു. പിന്നെ ഇവിടെ ഉള്ള ഇടുന്ന സംഖ്യ ഏതാണ്? വെറും ഒന്നല്ല, -1 ആണ്. അപ്പോൾ -1 ഇട്ടു. ഓക്കെ, അപ്പോൾ -1 ഇൻറ്റു ഈ കോളോ റോയോ ഒഴിവാക്കി. ബാക്കിയുള്ള ഇങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ 2 × 1 2 മൈനസ് എന്തരും? 1 × -3 പറഞ്ഞാൽ -. ഇവിടുത്തെ അതേപോലെ തന്നെ കേട്ടോ. എന്തരും? -3. ഓക്കെ, അടുത്തത് +1 ഇൻറ്റു ഈ കോളോ റോയോ ഒഴിവാക്കി ബാക്കി ഇങ്ങനെ മുകളിൽ നിന്ന് ഗുണിക്കുമ്പോൾ 2 - 1. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 1 + 3 4. ഇവിടെ -2 അടുത്ത് തന്നാൽ +1 ആവും. 1 ഇൻറ്റു 4 ഇൻറ്റു പുറത്ത് 1 ആയതുകൊണ്ട് 4 എഴുതി കേട്ടോ. 1 ഇൻറ്റു ഇവിടെ എന്താണ്? ഇവിടെ ഇതേപോലെ 2 മൈനസ് അടുത്ത് തന്നത് പ്ലസ് ആവും. 2 + 3 5 ആവും. അപ്പോൾ ഇവിടെ 5 പ്ലസ് 2 എന്ന് 1 കുറച്ചാൽ 1 1 ഇൻറ്റു 1 1. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 4 + 5 + 1 = 10 എന്ന് കിട്ടും. അപ്പോൾ ഡിറ്റർമിൻ്റെ വില എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. അപ്പോൾ നമ്മളോട് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻവേഴ്സ് കാണാൻ നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളൂ. സൊല്യൂഷൻ കാണുന്ന ടൈപ്പ് ആയിരിക്കില്ല. അപ്പോൾ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമ്മളിപ്പോൾ കണ്ടില്ല അഡ്ജോയിൻ്റ്, അതിൻ്റെ ഓരോന്നിൻ്റെ താഴെ എന്ത് ചെയ്യുക? ഡിറ്റർമിനോട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ഇപ്പോൾ എന്താ കിട്ടുക? എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്താ ചെയ്യുക? ഓരോന്നിൻ്റെ താഴെ കൊടുത്തിട്ട് ഏതാണോ ഡിറ്റർമിൻ്റെ വില കിട്ടിയത് അത് ചേർത്ത് എഴുതുക. അപ്പോൾ ഇവിടെ കിട്ടുക 4/10. ഓക്കെ, 2/10 പിന്നെ വരുന്നത് -5/10. ഇൻവേഴ്സ് ആണെങ്കിൽ ഇത്രയും ചെയ്ത് നിർത്തിയാൽ മതി കേട്ടോ. സൊല്യൂഷൻ കാണുമ്പോൾ ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടാവും. 1/10 0/10 5/10 പിന്നെ 0/10
-2/10 പിന്നെ 3/10. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇനി നോക്ക് നിങ്ങൾ, അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇൻവേഴ്സ് കാണാനാണെങ്കിൽ ഇത്രയും ചെയ്തിവിടെ നിർത്താം. ഓക്കെ, നമുക്ക് ഇൻവേഴ്സ് കാണാനല്ലല്ലോ ക്വസ്റ്റിന്, നമുക്ക് സൊല്യൂഷൻ കാണാനാണ്. അപ്പോൾ സൊല്യൂഷൻ കാണണമെങ്കിൽ അവിടെ നേരത്തെ എഴുതിയിരുന്നു എക്സ് ഈക്വൽ ടു എന്താണ്, എ ഇൻവേഴ്സ് ഡി ആണ്. എ ഇൻവേഴ്സ് ഡി, എ ഇൻവേഴ്സിൻ്റെ അടുത്ത് ഡി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ അതൊന്നും കൂടി എഴുതണില്ല, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എന്താ ചെയ്യുക, അത് സെപ്പറേറ്റ് എടുത്ത് എഴുതുക. അപ്പോൾ ഇൻറ്റു ഡി ഞാൻ ഇവിടെ ചെയ്യാൻ പോകാം കേട്ടോ, ഇൻറ്റു ഡി. ഓക്കെ, ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഡി. അപ്പോൾ ഡി എന്ന് പറഞ്ഞ മാട്രിക്സ് എന്തായിരുന്നു, ഞാൻ നേരത്തെ എഴുതിയിരുന്നല്ലോ ഇവിടെ, ഓർമ്മ ഉണ്ടോ? ഡി എന്ന് പറഞ്ഞാൽ ആ സമത്തിൻ്റെ അപ്പുറത്തുള്ള 4 0 2 കേട്ടോ, 4 0 2. ഇനി എന്താ ചെയ്യുക, ഇതിനെ റോ ഇൻറ്റു കോളം മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, ഒറ്റ കോളം ഉള്ളൂ, അപ്പോൾ എല്ലാം ഒരേ കോളത്തിൻ്റെ സ്ഥാനത്തേ വരുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, ഓരോന്നും നോക്കാം. ഇവിടെ 4/10 ഇൻറ്റു 4/10 ഇൻറ്റു ഇവിടുത്തെ റോയിലെ ഫസ്റ്റ് കോളം കൊണ്ട് ഇവിടുത്തെ കോളത്തിലെ ഫസ്റ്റിന് ഇൻറ്റു 4 പ്ലസ് 2/10 ഇൻറ്റു 2/10 ഇൻറ്റു 0 പ്ലസ് 2/10 ഇൻറ്റു 2. ഓക്കെ, അടുത്തത് -5/10 ഇൻറ്റു 4 പ്ലസ് 0/10 ഇൻറ്റു 0/10 ഇൻറ്റു 0 പ്ലസ് 5/10 ഇൻറ്റു 2. ഓക്കെ, അടുത്തത് 0/10 ഇൻറ്റു 0/10 ഇൻറ്റു 0/10 ഇൻറ്റു 4 പ്ലസ് -2/10 ഇൻറ്റു -2/10 ഇൻറ്റു 0 പ്ലസ് എന്താ വരിക, 3/10 ഇൻറ്റു 3/10 ഇൻറ്റു 2 കേട്ടോ, ഇങ്ങനെ വരും. അപ്പോൾ ഇത് 4/0 ഇൻറ്റു 4, 2/10 ഇൻറ്റു 0, 2/10 ഇൻറ്റു 2, അങ്ങനെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നോക്കുക, 4 ഇൻറ്റു 4 മോൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 16/10. ഈ ടേം 0 കൊണ്ട് ഗുണിക്കുന്നതെല്ലാം 0 ആവും കേട്ടോ, 0 കൊണ്ട് ഏതിനെ വിളിച്ചാലും 0 ആവും. 16/10 ഇവിടെ 4/10, അതെന്ത് കിട്ടും, 16/10 4/10 പറയുമ്പോൾ ഇവിടെ എന്ത് കിട്ടും, 20/10 എന്ന് കിട്ടും അല്ലേ. എന്താണ്, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മുകളിലത്തെ കൂട്ടി എഴുതിയാൽ മതി. അപ്പോൾ 20 കിട്ടും, ഇവിടെ 16, ഇവിടെ 4, 20 കിട്ടും. ഇനി ഇവിടെ -4 5 20, -20 വരിക. ഇവിടെ ആണെങ്കിലോ 2 ഇൻറ്റു 5 10, -20ഉം +10ഉം കൂട്ടി എന്ത് കിട്ടും, -10/10. ഓക്കെ, അടുത്തത് വരും എന്താ, ഈ ഇവിടെ 0 കൊണ്ട് ഗുണിക്കുന്നത്, ഇത് 0, ഇവിടെ എന്തരും 6/10. ഇവിടെ 0 അല്ലല്ലോ, 0/2/0. ഓക്കെ, 0 0 -2 3, 0/10 -2/10. ഒരു മിനിറ്റ്, 1/10 ആണല്ലോ, 1/10 കോഫാക്ടർ കണ്ടിയിൽ കോഫാക്ടർ 1 4 - 5 0, 4 - 5 ഇവിടെ 1 ആയിരുന്നു വന്നിരുന്നത് കേട്ടോ, ഒന്ന് നോക്കിയാൽ മതി, 1 ആണ്, 0 അല്ല. ഓക്കെ, 2 0 -2 2 5 3 കേട്ടോ, ഇവിടെ 0 അല്ല, 1 ആയിരുന്നു. ഒന്ന് നോക്കണേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ, ഞാൻ മായ്ച്ചിട്ടുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇൻവേഴ്സ് മെത്തേഡിൽ പറയുമ്പോൾ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്, എവിടെയെങ്കിലൊക്കെ ഒന്ന് തെറ്റിയാലും മിസ്റ്റേക്ക് വരും. അപ്പോൾ നിങ്ങൾ കഴിയണത് എന്താ, ഡിറ്റർമിൻ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിൻ്റ് മെത്തേഡ് എന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചത് രണ്ടുണ്ട്. ഇപ്പോൾ ഒരു ഓർ ക്വസ്റ്റനിൽ ഒന്നിൽ ഇൻവേഴ്സ് ഒന്നിൽ ഡിറ്റർമിൻ്റ് ഉണ്ടെങ്കിൽ ഡിറ്റർമിൻ്റ് വെച്ച് ചെയ്യാം, അത് വളരെ സിമ്പിളാണ്, അത് അടുത്ത സെക്ഷനിൽ പഠിപ്പിക്കാം. പിന്നെ ഇനി സോൾവ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, അതിൽ ഡിറ്റർമിനൻ്റ് ആണോ ഇൻവേഴ്സ് ആണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഡിറ്റർമിൻ്റ് ചൂസ് ചെയ്യുക, അതാണ് ഒന്നും കൂടി എളുപ്പം, തെറ്റ് വരാൻ സാധ്യത കുറവാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അപ്പോൾ ഇവിടെ 1/10 ആണ് കേട്ടോ, 0/10 അല്ല, 1/10. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, 4 എന്നും കിട്ടും, ഈ ടേം 0, ഇവിടെ 6, അപ്പോൾ എന്തരും 10/10. ഓക്കെ, ഈ കിട്ടുന്നത് യഥാക്രമം എന്താണ്, എക്സും വൈയും സെറ്റും ആയിരിക്കും. അപ്പോൾ 20/10 പറഞ്ഞാൽ 2 എന്ന് കിട്ടും, 2 - 1 1
കേട്ടോ. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്നിട്ട് എടുത്ത് എഴുതണം, ഓരോന്ന് എടുത്ത് എഴുതണം. എക്സ് ഈക്വൽ ടു എന്താണ് ആദ്യം കിട്ടുന്നത് എക്സ് ആണ്, എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു -1, സെറ്റ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഈ ക്വസ്റ്റ്യനൊക്കെ ഒരുപാട് തവണ ചോദിച്ചതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസുമാണ് കേട്ടോ. ഒരേ ക്വസ്റ്റ്യൻ തന്നെ അല്ല, ഇനിയിപ്പോൾ 2 മാറി 3 വന്നാൽ ക്വസ്റ്റ്യൻ മാറി എന്ന് പറയരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മെത്തേഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഉച്ചക്കുള്ള അടുത്ത സെക്ഷനിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാകാൻ പറ്റും. പക്ഷെ പഠിക്കണം, നിങ്ങൾ വെറുതെ ഇതിങ്ങനെ നമ്മളെന്തെങ്കിലും സിനിമയൊക്കെ കാണുന്ന രീതിയിൽ കണ്ടുപോകാൻ നിൽക്കാതെ നല്ല രീതിയിൽ പഠിച്ചിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് എഴുതാൻ പറ്റട്ടെ. പിന്നെ പറയാനുള്ളതിൽ ഇനി ഇതിൽ 3rd മൊഡ്യൂൾ ഇൻ്റഗ്രേഷൻ. ഇനി ഇതിൽ 3rd മൊഡ്യൂളാണ് നമുക്കുള്ളത്, ഇൻ്റഗ്രേഷന്. അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യനൊക്കെ അടുത്ത സെക്ഷനിൽ ടീച്ചർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ കൂടുതൽ ഇൻ്റഗ്രേഷനിലേക്ക് ഡീപ്പായിട്ട് പോയില്ല. ഇന്ന് എക്സാമിൻ്റെ തലേന്നാണ് നമ്മൾ ഈ സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ സമയത്ത് എല്ലാം കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിമ്പിളായിട്ടുള്ള 2 മൊഡ്യൂളൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.